ഡോക്ടർ ശിവകുമാർ സാറ് നന്നായി തന്നെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു വിഷയം യഥാർത്ഥത്തിലില്ല. കാസർഗോഡ് എൻമകവി പഞ്ചായത്തിൽ ഉൾപ്പെടെ കാണപ്പെടുന്ന അസുഖത്തിൻ്റെ പ്രിവലൻസ്, അതിൻ്റെ പ്രാചുര്യം ഇന്ത്യയിലെയോ കേരളത്തിലെയോ മറ്റു പ്രദേശങ്ങളിലും ഉള്ളതുപോലെയോ അതിന് സമാനവുമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം തന്നെ യഥാർത്ഥത്തിലില്ല. ഇതിൻ്റെ പിന്നിൽ വേണമെങ്കിൽ ആരോപിക്കാവുന്നത് ഒരു പേറ്റന്റ് വാർഫെയറിൻ്റെ ഒരു യുദ്ധമാണ്. ചെലവ് കുറഞ്ഞ ഈ കീടനാശിനിയെ ഉപയോഗത്തിൽ നിന്ന് മാറ്റേണ്ടത് വലിയ കുത്തകകളുടെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി നടത്തിയൊരു കോൺസ്പിറസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന പഠനങ്ങളെല്ലാം തന്നെ ശരിയായ രീതിയിൽ നടത്തപ്പെട്ടവയല്ല. അവയെല്ലാം എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുള്ളതാണ്. സെക്കൻഡറി ഡേറ്റകളെ അധികരിച്ചുകൊണ്ട് ഇതിൽ നിന്നെത്താൻ പറ്റുന്ന നിഗമനം മറ്റൊന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് വ്യത്യാസം ഇല്ല. മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങളൊന്നും ഈ പ്രദേശത്ത് കാണാനില്ല. ഇതിൻ്റെ ഒരു സാമൂഹ്യ പ്രശ്നമുണ്ടായിരിക്കുന്നത് ആ പ്രദേശം, കാസർഗോഡിൻ്റെ ഈ പ്രദേശങ്ങൾ വളരെ ക്യാൻസർ ബാധിത സ്ഥലങ്ങളാണ്. അവിടെ താമസിക്കാൻ കൊള്ളാത്തതാണ്. അവിടെ നിന്നുള്ള വിവാഹങ്ങൾ നടക്കാൻ പാടില്ല എന്ന രീതിയിലൊരു വലിയ സാമൂഹ്യ പ്രശ്നം കൂടെ ആ പ്രദേശത്ത് ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ മാധ്യമ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ വോട്ട് ബാങ്ക് എന്ന നിലയിലും യഥേഷ്ടം വളരെ ചെലവ് കുറഞ്ഞ രീതി, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ ധനം സമാഹരിക്കാൻ കൈക്കലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാഫിയ പോലെ ഇത് മാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രക്തചുരുക്കം തോന്നുന്നു. ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ, ചർച്ചകൾ, വിയോജിപ്പുകൾ എല്ലാമാണ് ഇനി നമുക്ക് ഇവിടെ വേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾ ആലോചിക്കുക. അവിടെ കോഡ്ലെസ് ഫോൺ ഉണ്ട്. ആ കോഡ്ലെസ് ഫോൺ വഴി നിങ്ങൾക്ക് ചോദിക്കാം. സമാന സ്വഭാവമുള്ള ചോദ്യം ഒന്നിച്ച് ഉത്തരം പറഞ്ഞാൽ ഓരോന്നിനോരും ഉത്തരം പറയുന്ന രീതി വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1-2 ചോദ്യങ്ങൾ കഴിയുമ്പോൾ ഉത്തരം പറഞ്ഞ് തുടങ്ങാമെന്ന് തോന്നുന്നു. ശ്രീകുമാർ സാറിവിടെ അവതരിപ്പിച്ച പ്രശ്നം എൻഡോസൾഫാനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിഗമനങ്ങളും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളും എല്ലാം വളരെ ഫലപ്രദമായി ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ ഒരു സംശയം, കേരളത്തിൽ ഉള്ള 14 ജില്ലകളിൽ കാസർഗോഡ് മാത്രം കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക് ഏതെങ്കിലും കോർപ്പറേറ്റുകൾ ശ്രമിച്ചിരിക്കുമോ? അങ്ങനെ അത് ശ്രീകുമാർ സാറിന്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന്റെ നിഗമനം അവിടെ മാത്രം ഒതുങ്ങിപ്പോയി. മറ്റ് സ്റ്റേറ്റുകളിൽ, മറ്റ് ജില്ലകളിലൊന്നും അദ്ദേഹം കാര്യമായിട്ടൊരു അന്വേഷണം നടത്തിയതായി കാണുന്നില്ല. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു അട്ടിമറി അല്ലെങ്കിൽ കോർപ്പറേറ്റ്? അപ്പൊ ഈ അടുത്ത കാലത്ത് ഇതിന് സമാനമായ ഒരു കേസുകളാണ് ഇപ്പോഴും പേപ്പട്ടി വിഷം അല്ലെങ്കിൽ പേപ്പട്ടി വിഷത്തിനെ സംബന്ധിച്ചിട്ടുള്ള കോർപ്പറേറ്റുകൾ ഈ അടുത്ത കാലത്തായിട്ട് പട്ടി കടിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഈ വിഷക്കമ്പനി മരുന്ന് പേപ്പട്ടി വിഷക്കമ്പനികൾ നടത്തിയ ഒരു ഗൂഢാലോചന ഇതിന് സമാനമാണ്. അപ്പൊ ഇത് തമ്മിൽ എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് കാസർഗോഡ് മാത്രം ഇത് സംഭവിക്കുന്നു? മറ്റ് ജില്ലകളിൽ കാര്യമായ പഠനം നടത്തിയിട്ടില്ല. അത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ സംബന്ധിച്ച് അതിന്റെ പിന്നിൽ അന്വേഷണം നടത്തിയത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അന്വേഷണം നടത്തിയതാണ്. അപ്പൊ അത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ഒരു സംശയത്തിന് ശ്രീകുമാർ സാറിന് എന്താണ് മറുപടി പറയാനുള്ളത് എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് മാത്രമേ ഇത് വായുമാർഗേണ തളിച്ചിട്ടുള്ളൂ. കാസർഗോഡ് തളിച്ചിട്ടുണ്ട്, മണ്ണാർക്കാടും തളിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് 340 ഹെക്ടറിൽ തളിച്ചു, കാസർഗോഡ് 4696 ഹെക്ടറിൽ തളിച്ചു. അപ്പോൾ കാസർഗോഡാണ് കൂടുതൽ തളിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് അതിനുള്ളൊരു കേന്ദ്രമാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് എന്ന്. ഞാൻ ഒരു സംഗതി പറയാം. ഞാൻ 98 യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തപ്പോൾ 98 ബാംഗ്ലൂരിൽ നിന്ന് ഒരു TV ക്രൂ വന്നു. അവരൊരു പരിസ്ഥിതി പ്രവർത്തകയാണ്. അവർ വന്നിട്ട് എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ അവർ പെർസിസ്റ്റന്റ് ഓർഗാനിക് പോയ്സൺസിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്നിട്ട് കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് തന്നു. എന്നിട്ട് ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും പെർസിസ്റ്റന്റ് ഓർഗാനിക് പോയ്സൺസ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ കേരളത്തിൽ അങ്ങനെ എവിടെ ഉപയോഗിക്കുന്നില്ല. എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നുണ്ട്, വായുമാർഗേണ തളിക്കുന്നുണ്ട്. ഇതൊരു ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും
എനിക്കറിയില്ല. POP എന്നുള്ള നിലക്ക് എൻഡോസൾഫാൻ അന്നേരം പെടുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ എൻഡോസൾഫാനെ കുറിച്ച് പ്രത്യേകമായി ചോദിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ അന്ന് അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CSCക്ക്, സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിന് ഗ്രീൻ ഫണ്ട്സ് ഇന്റർനാഷണലിൽ നിന്നും ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂട്ടത്തിൽ CSC ആണ് ആദ്യത്തെ പഠനം നടത്തിയത് എന്നുള്ളത് നിങ്ങൾ കാണണം. CSCക്കാണെങ്കിൽ ഗ്രീൻ ഫണ്ട്സ് ഇന്റർനാഷണലിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആ ഒരു പുസ്തകത്തിൽ കളത്തിൽ രാമകൃഷ്ണൻ എന്നുള്ള ഒരു ജേർണലിസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഇവിടെയുണ്ട്. അപ്പൊ ആ പുസ്തകത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫണ്ട് കിട്ടിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന തണൽ എന്നുള്ള ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ കാര്യങ്ങളൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ തണൽ എന്ന് പറയുന്ന സംഘടനയിലത്തെ ആൾക്കാർ അവിടെ കാസർഗോഡ് വന്നിട്ട് പഠനം നടത്തിയിട്ട് അവിടുത്തെ ആൾക്കാർക്കൊക്കെ പെരിയയിലൊക്കെ ഭയങ്കര ആർത്തവ പ്രശ്നങ്ങളും സ്ത്രീകൾക്കൊക്കെ ഈ ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ അവർക്ക് എന്ത് എക്സ്പെർട്ടൈസ് ആണുള്ളത്? അവർ ഒരു പാരാമെഡിക്കലും മെഡിക്കലും അവരെ കൂടെ ഇല്ല. അവരങ്ങ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന, ഇപ്പോഴും അവരുടെ സൈറ്റിലും നെറ്റിലൊക്കെ ഈ റിപ്പോർട്ട് ലഭ്യമാണ്. അവർ തന്നെയാണ് പിന്നെ ഫിലിപ്പൈൻസിലെ പാനിന്റെ പെസ്റ്റിസൈഡ് ഏഷ്യ നെറ്റ്വർക്കിന്റെ ഒരു ഫാർമക്കോളജി പ്രൊഫസർ ഉണ്ട്, റോമിയോ കൊജൈനോ എന്ന് പറഞ്ഞിട്ട്. റോമിയോ കൊജൈനോ എന്ന് പറയുന്ന പ്രൊഫസറെ കാസർഗോഡ് കൊണ്ടുവന്ന് 2 ദിവസം ഈ തളിച്ചതും തളിക്കാത്തതായിട്ടുള്ള പ്രദേശങ്ങൾ ഒരു യാത്ര നടത്തി. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പത്രത്തിലെ റിപ്പോർട്ടാണ് ഇതൊക്കെ എൻഡോസൾഫാൻ കൊണ്ട് തന്നെ. പ്രൊഫസർ കൊജൈനോ ഈ എത്ര ശരാശരി എത്രയാണ്, ഫ്രീക്വൻസി കൂടുതലാണോ കുറവാണോ, ഏതൊക്കെ രോഗങ്ങളാണ്, ഒരു ക്ലാസിഫിക്കേഷനും ഇല്ല, ഒന്നും വേണ്ട. പ്രഖ്യാപനങ്ങൾ വന്നു, പത്രങ്ങൾ ചൂടോടെ നമുക്ക് വിളമ്പുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇവിടെ പഠനങ്ങൾ നടക്കുന്നത്. ഈ പഠനങ്ങൾ നടത്താൻ ഇവർക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളും കൂടെ ഇതിന്റെ കൂടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയാലും NIOH ആയാലും നടത്തിയ പഠനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെ അൺസയന്റിഫിക് ആണ്. കാരണം 2 ഗ്രാമങ്ങൾ, തളിച്ചതും തളിക്കാത്തതുമായിട്ടുള്ള കേവലം 2 ഗ്രാമങ്ങൾ മാത്രം എടുത്തിട്ടാണ് താരതമ്യം നടത്തുന്നത്. അങ്ങനെ ശരിയാവൂ? കാരണം ഒരു ജനതയുടെ ആരോഗ്യത്തെ പിന്നെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 അവരുടെ സാമ്പത്തിക നില, 2 അവരുടെ എഡ്യൂക്കേഷൻ, 3-ാമത്തേത് അവരുടെ അടുത്തുള്ള ആശുപത്രിയിലേക്കോ ഡോക്ടറെ കാണാനുള്ള ഒരു ആക്സസ്, 4-ാമത്തേത് പിന്നെ അവിടുത്തെ ഈ പിന്നെ ടോപ്പോഗ്രാഫി, അവരുടെ ഏത് സ്ഥലങ്ങളിലാണ്, പിന്നെ തീരപ്രദേശത്താണോ അല്ല മലമുകളിലാണോ കാടിന്റെ അടുത്താണോ, ഇങ്ങനെയുള്ളത്. ഇങ്ങനെയുള്ള പല കാസ്റ്റ്, ഏതാണ് ജാതി, കാരണം അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പിന്നെ നിർണ്ണയിക്കുന്ന ആരോഗ്യം എന്നുള്ള ഒരു ഘടകത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ 2 വില്ലേജ് മാത്രം എടുത്തിട്ടല്ല പഠിക്കേണ്ടത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പ്രിലിമിനറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 തളിച്ച വില്ലേജുകളും 5-6 തളിക്കാത്ത വില്ലേജുകളും, ഇതിൽ തന്നെ റാൻഡമൈസേഷൻ വേണം. വോട്ടർ പട്ടിക എടുത്തിട്ട് റാൻഡം നമ്പർ ടേബിൾ വെച്ച് റാൻഡമായിട്ട് വേണം പരിശോധിക്കാൻ. ചില വീടുകളിലേക്ക് മാത്രം പൊക്കൂടാ, റാൻഡമൈസേഷൻ വേണം. പഠനത്തിന്റെ എറർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തളിച്ച 5 ഗ്രാമങ്ങളിലെ 200 വീടുകൾ വീതം 1000 വീടുകളും, തളിക്കാത്ത ഒരു 1000 വീടുകളും, 5 വേറെ വേറെ ഗ്രാമങ്ങൾ. എന്നിട്ട് അവ തമ്മിൽ ഈ ഗ്രൂപ്പുകൾക്കകത്തും ഗ്രൂപ്പുകൾ തമ്മിൽ താരതമ്യപ്പെടുത്തണം. അങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ തളിച്ചതും തളിക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം കൂടുതലായിരിക്കണം, തളിച്ചതിന്റെ അകത്തുള്ള വ്യത്യാസത്തെക്കാളും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ തളിച്ചത് കൊണ്ടാണ് ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അസോസിയേറ്റ് ഇത് ബ്രാഡ്ഫോർഡ് ഹിൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ക്രൈറ്റീരിയ ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യം രോഗപ്രശ്നങ്ങൾ കൂടുതലാണെങ്കിലാണ് നമ്മൾ അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടത്. ഇവിടെ കണ്ടിരിക്കുന്നത് ഒരു രോഗവും അധികവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ NIOHും കോഴിക്കോട് മെഡിക്കൽ കോളേജും നടത്തിയ പഠനങ്ങൾ തന്നെ വളരെ അപൂർണമാണ്. പിന്നെ ഒരു പരിധിവരെ അൺസയന്റിഫിക് ആണ്. ഈ ബന്ധങ്ങൾ എൻഡോസൾഫാനുമായിട്ടുള്ള തളിച്ച ബന്ധങ്ങൾ പുറമേക്ക് കൊണ്ടുവരാൻ വളരെ അപര്യാപ്തമായിട്ടുള്ള പഠനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് പിന്നെ അവർ തന്നെ NIOH തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രിലിമിനറി സ്റ്റഡിയാണ്, വിശദമായിട്ടുള്ള പഠനം ഞങ്ങൾ പിന്നീട് നടത്തും എന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിലുണ്ട്, റെക്കമെൻഡേഷനിൽ. പക്ഷെ പിന്നെ വന്നിട്ടില്ല, അവർ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല പിന്നീട്. മിസ്റ്റർ ശ്രീകുമാർ ഇവിടെ പറഞ്ഞത് വെച്ച് സർവകലാശാലയിലെ അധ്യാപകനാണെന്നാണ് മനസ്സിലാക്കുന്നത്.
അദ്ദേഹം പറയുന്നത് ഇതുവരെ നടത്തിയ പഠനങ്ങളെല്ലാം അശാസ്ത്രീയമാണ്. അദ്ദേഹത്തിന്റെ അവതരണത്തിൽ മറുപടിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അറിയില്ല, എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല, അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ അതൊരു അശാസ്ത്രീയതയല്ലേ എന്നാണ് അദ്ദേഹം. മറ്റതിനെ അശാസ്ത്രീയമാണെന്ന് വിശേഷിപ്പിക്കുന്ന ഒരാള് ഇത് അശാസ്ത്രീയമാണോ എന്ന് സ്വന്തം നിലപാട് അശാസ്ത്രീയമാണോ എന്നുള്ള കാര്യത്തിലൂടെ പുനർവിചിന്തനം നടത്തണമെന്ന് ആമുഖമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. കാരണം ഞാനും കുറെ കൊല്ലമായിട്ട് കാസർഗോട്ടുകാരനാണ്. എന്റെ മകൻ പിറന്നത് കാല് രണ്ടും തിരിഞ്ഞും അതുപോലെ തന്നെ ജന്മന മലദ്വാരം ഇല്ലാതെയാണ്. അതിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഇപ്പോഴും അവൻ മോചനായിട്ടില്ലെന്ന് മാത്രമല്ല, ഏതാണ്ട് ദശലക്ഷക്കണക്കിന് തുക ചികിത്സയ്ക്കായിട്ട് മുടക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആരുടെ അടുത്ത് പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈസ തരണേ എന്ന് പറയുകയോ ചെയ്തില്ല. പക്ഷെ പൈസ തരണേ എന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് ഇടയിലും മറ്റു വലിയ തലയും അതുപോലെ തന്നെ പിറവിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ഈ നാട്ടിലെല്ലാം പ്രശ്നം നടക്കുമ്പോൾ ഒരു പ്രൊഫസർ മാത്രം ഒരിടത്തും ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാണെന്ന് പറയുന്നത് അത് അതേപടി കേരളത്തിലെ ജനത വിഴുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഭീകരതയെന്നോ മാധ്യമ ഭീകരത എന്തൊക്കെയുള്ളതായ വാക്കുകളോട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ മാധ്യമ ഭീകരതയാണോ, ഈ പഠനം നടത്തിയ ഡോക്ടർമാരെല്ലാം കൂടെ ഭീകരന്മാരായതാണോ, പരിസ്ഥിതിവാദമെല്ലാം ഭീകരമായതാണോ? ഇങ്ങനൊരു പ്രശ്നത്തെ സമീപിക്കുന്നതിനുള്ള എന്തോ ഒരു മുൻവിധിയുണ്ട്. ആ മുൻവിധി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ എൻഡോസൾഫാൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് വേണ്ടി വേതനം പറ്റി ഇത്തരത്തിലൊരു പ്രചാരണത്തിന് ഇറങ്ങി തിരിച്ചതിനാണെന്നാണ്. അതുകൊണ്ട് ഇത് സ്വതന്ത്ര ലോകം എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായ കാര്യങ്ങൾ സ്വതന്ത്രമായ അഭിപ്രായം പറയുമ്പോൾ തന്നെ അത് ശാസ്ത്രീയമായിരിക്കും കൂടെ വേണം. ഒരു ശാസ്ത്രീയത ഇല്ലാതെ ഇപ്പൊ നമുക്കറിയാം, മഹാത്മാഗാന്ധി ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ തന്നെ മഹാത്മാഗാന്ധി വധിച്ചവരുടെ ചിത്രവും ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇപ്പൊ ഇരിപ്പുണ്ട് മാലയിട്ട്. അപ്പൊ നമുക്ക് എന്ത് നിലപാടും ആർക്കും എടുക്കാം. പക്ഷെ അത് സ്വതന്ത്ര ലോകം ചർച്ച ചെയ്യുമ്പോൾ അതില് ഈ ദുരിതര ബാധിതരുടെ കൂടെ നിൽക്കണം. ഇപ്പൊ തന്നെ നാട്ടിലെങ്കിലും നോട്ടില്ല. നോട്ട് വേണ്ടി ആൾക്കാർ ക്യൂ നിന്ന് ഏതാണ്ട് കുറെ പേര് മരിച്ചു. അപ്പൊ മരിച്ചവർക്ക് വേണ്ടി പാർലമെന്റ് കൂടിയപ്പോൾ ശീതകാല സമ്മേളനം തുടങ്ങിയപ്പം ഒരു അംഗം പറഞ്ഞു ഈ മരിച്ചവർക്കൂടെ നമുക്കൊരു അനുശോചനം ചേരണം. അത് പറ്റില്ല എന്ന നിലപാടാണ് ഭരണകക്ഷികൾ എടുത്തത്. അപ്പൊ നമുക്ക് ഇപ്പോ നോട്ട് പിൻവലിച്ചത് 86% വരുന്ന ഇന്ത്യൻ കറൻസി മുഴുവൻ ഒരു പൊടുന്നനെ ഒരർദ്ധരാത്രിക്ക് മുഴുവനായിട്ട് മാർക്കറ്റിൽ പിൻവലിച്ചതിനെ അനുകൂലിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ കീടനാശിനി തളിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങളെ അതൊന്നും എനിക്ക് ബാധകമല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നോട്ട് ട്രാൻസാക്ഷൻ എനിക്ക് ബാധകമല്ലാത്തതുകൊണ്ട്, എനിക്ക് സുഖസൗകര്യങ്ങളെല്ലാം ലഭിച്ചിട്ട് വലിയ കുട്ടികളെ ക്ലാസ്സിലിരുന്ന് പഠിപ്പിച്ച് വൻതുക ശമ്പളവും പെൻഷനൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് നാട്ടിലെ ദുരിതങ്ങളൊന്നും എന്റെ ദുരിതങ്ങളല്ല. ആ ദുരിതങ്ങൾക്ക് വേണ്ടി പറയുകയോ ദുരിതങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരികയോ അല്ലെ ദുരിതബാധിതരുടെ കൂടെ നിൽക്കുകയോ അവർക്ക് വേണ്ട സഹായം ചെയ്യുകയോ അതിനുവേണ്ടി ഏതെങ്കിലും സംഘടനയിൽ നിന്നും സർക്കാരിൽ നിന്നും ഇതിന്റെ ആനുകൂല്യം വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്നത് എല്ലാം അശാസ്ത്രീയമാണ്, മണ്ടത്തരമാണ്, മോശമാണ്, തെറ്റാണ്. ഞാൻ അതിനെല്ലാം എതിരെ മഹത്തായ പ്രബന്ധങ്ങളെല്ലാം എഴുതിയിട്ട് ആരും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല, വിലപിക്കുക. ഇതൊക്കെ ശാസ്ത്രീയമാണോ? സ്വതന്ത്ര ലോകത്ത് ഇതിനകത്തുള്ള നിലപാടും കൂടെ പറഞ്ഞു വേണം. സ്വന്തം സംഘടിപ്പിച്ചവരോടല്ല, അവരുടെ അഭിപ്രായം കൂടെ അറിയണം. അവര് ഈ എൻഡോസൾഫാൻ ദുരിതമായിരുന്നവരുടെ കൂടെയാണോ അതോ ഇതുപോലുള്ള പ്രൊഫസർമാരുടെ കൂടെയാണോ എന്നുള്ളതുകൂടെ അവരോട് പറയണം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രീയമല്ല എന്നുള്ളതാണ് ആദ്യത്തെ ആരോപണം. ഞാൻ ഓരോ കാര്യവും പറയുന്നതിന് ആധികാരികമായിട്ടുള്ള റെഫറൻസ് വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. അതിന് ദേശീയ ശരാശരിക്കോ അല്ലെങ്കിൽ സംസ്ഥാന ശരാശരിക്കോ തുല്യമാണോ എന്ന് പരിശോധിച്ചിട്ടുള്ള രേഖകൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് ഈ രോഗങ്ങളുടെയൊക്കെ കണക്കുകളെ കുറിച്ചിട്ടുള്ളത് മുഴുവൻ റെഫറൻസ് വെച്ചിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ പരിശോധിക്കാവുന്ന ആർക്ക് വേണമെങ്കിലും ഈ പവർ പോയിന്റ് ഞാൻ തരാം. എന്റെ ലേഖനത്തിന്റെ ഒരു കോപ്പി അവിടെ കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് നോക്കാം. അങ്ങനെ ഈ ക്രോസ് ചെക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത്രയും ധൈര്യത്തോടു കൂടി മാത്രമാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തേത് ഇവിടെ അദ്ദേഹത്തിന്റെ മകന് രോഗമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെയുള്ള നമ്മളിപ്പം സാധാരണ മാധ്യമങ്ങളിൽ കാണുന്ന കാസർഗോഡിന്റെ പ്രതിബിംബങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സെറിബ്രൽ പൾസി, അതായത് എഴുന്നേറ്റ് നടക്കാൻ പോലും ആകാതെ ഇങ്ങനെ കിടക്കുന്ന കുട്ടി, കൈയും കാലും തളർന്നിട്ട് കിടക്കുന്ന കുട്ടി. അപ്പൊ അത് സെറിബ്രൽ പൾസി എന്ന് പറയുന്ന ഒരു രോഗം. അതുമാതിരി തന്നെ ഡൗൺ സിൻഡ്രോം ഉണ്ട്, തല വലുതാവുന്ന ഹൈഡ്രോസഫാലസ് ഉണ്ട്. അങ്ങനെയുള്ള പലവിധ രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ കാസർഗോഡിന്റെ ഫ്രീക്വൻസി, കാസർഗോഡിന്റെ ജനതയിൽ എത്രമാത്രം പ്രാബല്യമുണ്ട്, അതിന്റെ സംസ്ഥാന പ്രാബല്യം എത്രയാണ്, അല്ലെങ്കിൽ ദേശീയ പ്രാബല്യം എത്രയാണ് എന്നുള്ളത് കാണിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാസർഗോഡ് ഈ അസുഖങ്ങളൊന്നും തന്നെ കൂടുതലില്ല. നിരന്തരമായിട്ട് കാണിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ഒരു തോന്നലാണത്.
അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുമില്ല. നമ്മൾ ഈ കണക്കുകൾ ആരെങ്കിലും ഇതുവരെ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇതുമാതിരിയുള്ള രോഗികളുള്ള പല സ്ഥലങ്ങളുണ്ടാവും. ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന പ്രത്യാശാ ഭവനോ അതുമാതിരിയുള്ള സ്ഥലങ്ങൾ, എല്ലാ പഞ്ചായത്തിലും ബഡ് സ്കൂളില്ലേ? ബഡ് സ്കൂളിൽ ഇതുമാതിരിയുള്ള കുട്ടികളുണ്ട്. അത് ഒരു പോപ്പുലേഷനിൽ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. കാരണം നമ്മൾ ആരും പൂർണ്ണരല്ല, നമുക്കൊക്കെ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അടുത്ത തലമുറയിൽ അത് കാണുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഏത് രോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ജനിതകം ആയിട്ടുള്ളതും വരാം, ആർജിതമായിട്ടുള്ളതും വരാം. അതിന്റെയൊക്കെയാണ് ഈ ഡിസബിലിറ്റി സെൻസസ് ഞാൻ കാണിച്ചിരിക്കുന്നതാണ്. ഒരു 22 തരത്തിലുള്ള ഡിസബിലിറ്റി സെൻസസ് ഈ കേരളത്തിലെ 14 ജില്ലകളിലെയും ഫ്രീക്വൻസി കാണിച്ചു. അതൊന്നും അധികമല്ല. കാസർഗോഡ് ഇതൊന്നും അധികമായിട്ട് കാണുന്നുമില്ല. കാസർഗോഡ് മാത്രമല്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇതേ രോഗങ്ങളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് തന്നെ. എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള രോഗങ്ങളുണ്ട്. പിന്നെ ഞാൻ ഒരു പഴയ പരിസ്ഥിതി തീവ്രവാദി ആയിരുന്നു പഠിക്കുന്ന കാലത്തും അതിന് ശേഷവും. ദീർഘകാലം ഞാനിതിങ്ങനെ ആദ്യം ഈ എൻഡോസൾഫാൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശരിയാണ് എന്ന് കരുതിയിരുന്ന ഒരാളാണ്. വളരെ ഊർജ്ജസ്വലമായിട്ട് ഈ സർവേയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ആദ്യം മുതൽ തന്നെ. ഇത് 1991 പരിഷത്തിന്റെ ആദ്യത്തെ സർവേ വരുന്നത്. അപ്പോൾ മുതൽ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്രോഡീകരിക്കാനും ബാക്കിയുള്ളതിനൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ആദ്യകാലത്ത് അങ്ങനെയൊക്കെ ഇവിടെ കൂടുതലാണ് എന്നുള്ളൊരു ധാരണയുള്ള ആളായിരുന്നു ഞാനും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻഡോസൾഫാന്റെ പഠനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇവിടെയൊക്കെ ATDSR ഒക്കെ പഠനങ്ങളുണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻഡോസൾഫാൻ, ATDSR എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി ഉണ്ട്. ആ ഏജൻസിയുടെ പിന്നെ പഠനങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇതിൽ ലോങ് ടേം എക്സ്പോഷറും ക്രോണിക് എക്സ്പോഷറൊക്കെ നോക്കുമ്പോൾ ലോകത്ത് എവിടെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ ഉള്ളതായിട്ട് റിപ്പോർട്ടില്ല എന്നാണ് പറയുന്നത്. ആനിമൽ സ്റ്റഡീസിൽ ലോങ് ടേം എക്സ്പോഷറിൽ കിഡ്നി പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്, അല്ലാതെ ഒന്നുമേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ അടുത്ത കാലത്താണ്, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ് ഇങ്ങനെ കണ്ടിരിക്കുന്നത്. ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് എന്നോട് പറഞ്ഞത് ആരാന്നറിയോ? അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ തന്നെയാണ്. അവരാണ് എന്നോട് ഇവിടെ ഒന്നും ആരോഗ്യ പ്രശ്നങ്ങൾ അധികമായിട്ടില്ല. അപ്പൊ അതോടുകൂടെ ഞാൻ എന്റെ അന്വേഷണം, ഇതിന് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള നോക്കുകയും എന്റെ അന്വേഷണം ഞാൻ നിർത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഡാറ്റ മുഴുവൻ പരിശോധിച്ച് പ്രൈമറി സെക്കൻഡറി സ്രോതസ്സുകളൊക്കെ പരിശോധിക്കുകയും ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ നിരന്തരമായിട്ട് അന്വേഷണം നടത്തിയിട്ടാണ് ഞാൻ ഈ ലെവലിലേക്ക് വന്നിരിക്കുന്നത്. പറഞ്ഞാൽ ഇപ്പം 2016 ആയില്ലേ, 18 വർഷങ്ങൾ നീണ്ട അന്വേഷണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് കാസർഗോഡ് ഇതൊക്കെ കൊണ്ട് കാസർഗോഡ് ഭയങ്കര കൂടുതലാണ് ധരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെ മാതിരി തന്നെ ധരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ക്രിട്ടിക്കലായിട്ടാണ് നമ്മൾ പരിശോധിക്കുക. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടും കൂടെ പരിശോധിക്കുമ്പോൾ ഇവിടെ കൂടുതലില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒന്ന് പരിശോധിക്കണം എന്നാണ് ആ സുഹൃത്തിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ദുരിതബാധിതരുടെ കൂടെയാണോ അല്ല കമ്പനിയുടെ കൂടെയാണോ, ഇതാണ് നിങ്ങൾക്കുള്ള ചോയ്സ്. ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ എന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ മുതലാളിത്തത്തിന്റെ കൂടെയാണെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയുന്ന മാതിരി ഉണ്ടല്ലോ, അതുമാതിരിയാണ്. നമ്മൾ മനുഷ്യരുടെ കൂടെ തന്നെയാണ്, സംശയമൊന്നുമില്ല. രോഗബാധിതരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, കാസർഗോഡ് ജില്ല മാത്രമല്ല മുഴുവൻ ജില്ലയിലെ ആൾക്കാർക്കും പിന്നെ എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ആദ്യമേ അത് വ്യക്തമാക്കുകയും ചെയ്തു. അതിലൊന്നും യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ കാസർഗോഡുള്ള മാത്രമുള്ള ആൾക്കാരുടെ കൂടെയല്ല, പാലക്കാടുള്ള ആൾക്കാരുടെയും കൂടെ ഞാനുണ്ട്. പാലക്കാട് ഇപ്പോൾ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ഹിന്ദു പത്രത്തിൽ പ്രത്യേകിച്ച് കാണാം, മുതലമടയിൽ മുഴുവൻ എൻഡോസൾഫാൻ തളിച്ചിട്ട് അവിടെ മുഴുവൻ രോഗികളാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് അവിടെ ഇതേമാതിരിയുള്ള ടെക്നോളജി നടപ്പിലാക്കുന്നുണ്ട്. കോഴിക്കോട് പിന്നെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ എൻഡോസൾഫാൻ തളിച്ചിരുന്നു. അവിടെ കുറച്ച് പിന്നെ രോഗികളുണ്ട്, അപ്പൊ ഞങ്ങൾക്കും അസിസ്റ്റൻസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവിടെ കർമ്മസമിതി ഉണ്ടാക്കിയിട്ട് വൻതോതിൽ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി. പിന്നെ ഒരു കമ്മീഷൻ പോയി, ഞാനും അതിൽ അംഗമായിരുന്നു. ഞങ്ങൾ പോയി നോക്കി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാര്യം ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെയും അവിടുത്തെ ചുറ്റുപാടുള്ള ഒരു 6-7 പഞ്ചായത്തിലെയും ആകെയുള്ള വികലാംഗ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരുടെ എണ്ണെടുത്ത് നോക്കിയിട്ട് അതിന്റെ പോപ്പുലേഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പെർസെന്റേജ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴേക്ക് ചക്കിട്ടപ്പാറയിൽ ബാക്കിയുള്ളത് അത്രമാത്രമേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ഒരു നോട്ടീസ് ഇറക്കി, ഞങ്ങളുടെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിനെ പിന്നെ ദുരിതബാധിത പഞ്ചായത്താക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതൊരു ടാർണിഷിംഗ് ആണ്, ഒരു ലേബലാണ്. ആ ലേബൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ നോട്ടീസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ ഇത് ആദ്യമേ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാസർഗോഡും. അപ്പൊ ഇങ്ങനെയാണ് പിന്നെ ഓരോ കഥകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു സംശയം ഡോക്ടർ, ഈ എൻഡോസൾഫാൻ ഒരു POP പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊള്യൂട്ടന്റ് ആണ് എന്നാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ല എന്ന് ഡോക്ടറുടെ പറഞ്ഞു.
പക്ഷേ അങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2009 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ ഈ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊള്യൂറ്റൻ കോൺഫറൻസിൽ അത് വരുന്നത്, ആ കമ്മീഷന് മുമ്പിൽ അത് വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് എന്താണ് എന്നെനിക്ക് സംശയമുണ്ട്. POP ആണെങ്കിൽ അതിനകത്ത് ചില വിഷയങ്ങളുണ്ട്. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊള്യൂറ്റൻ്റ് ആണെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്, ബയോ അക്യുമുലേഷൻ ഉള്ളതാണ്, അത് ആഡിങ് ആണ്, ആഡപ്പ് ചെയ്യുന്നതാണ് എന്നുള്ള പ്രശ്നവുമുണ്ട്. അത് എൻഡോസൾഫാൻ ഇല്ല എന്ന് ഡോക്ടറുടെ പെട്ടെന്ന് പറഞ്ഞു, അതൊന്ന് വിശദീകരിക്കണം. എൻഡോസൾഫാനെ ഒരു POP ആക്കുവാൻ വേണ്ടിയിട്ട്, പെർസിസ്റ്റന്റ് ഓർഗാനിക് പോയ്സൺ, ഒരു സ്ഥാവര കാർബണിക വിഷം ആക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം POPയുടെ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ഭാഗത്ത് അതിന്റെ ഒരുപാട് സിറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇതിനെ എതിർത്തുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് സംസാരിക്കുന്നത് സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഐവാൻ കെന്നഡി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു പേപ്പർ ഉണ്ട്. അതിൽ പറയുന്നത് സാധാരണ ഒരു എൻഡോസൾഫാൻ ഒരു POP ആക്കുവാൻ വേണ്ടിയിട്ടുള്ള 4-5 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എൻഡോസൾഫാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇവിടെ 2 കാരണങ്ങൾ കൊണ്ടാണ് അമേരിക്ക ഇത് നിരോധിച്ചത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, ഗ്രീൻ ഹൗസസ്, പോളി ഹൗസസ്, അതുമാതിരിയുള്ള സ്ഥലങ്ങളിലുള്ള വർക്കേഴ്സിന്റെ ബ്ലഡിൽ എൻഡോസൾഫാന്റെ അംശം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ അംബിലിക്കൽ കോഡിൽ, അമ്മമാരുടെ അംബിലിക്കൽ കോഡിൽ ഈ അംശം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് അമേരിക്ക ഇത് നിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വളരെ ചെറിയ തോതിൽ അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കയല്ല, ഒരു പേപ്പർ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത്, അന്റാർട്ടിക്കയിൽ വളരെ ചെറിയ തോതിൽ ഈ ബയോ മാഗ്നിഫിക്കേഷൻ, ജൈവ സാന്ദ്രീകരണം, മത്സ്യങ്ങളിൽ നിന്നും പക്ഷികളിലേക്ക് പോകുമ്പോഴുള്ള ചെറിയൊരു സാന്ദ്രീകരണം അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അമേരിക്ക നിരോധിച്ചത്. അപ്പോ അതേസമയം പ്രൊഫസർ കെന്നഡി പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും ഒരു സ്ഥാവര വിഷമാവാൻ പറ്റിയ അതിന് ക്ലാസിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ട്, പക്ഷെ ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ട് ഉണ്ടെന്നാണ് വേറൊരു പഠനം പറയുന്നത്. നമുക്ക് ഇവിടെ അതൊരു വിഷയമല്ല. ഇവിടെ ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ ഒരിക്കലും അതിന് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസേ ഇല്ല. കാരണം അത് SO ഡബിൾ ബോണ്ട് ഉള്ള ഒരു എസ്റ്ററാണ്. അവിടെ വെച്ച് അത് ബ്രേക്ക് ചെയ്യും. ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ ഹ്യൂമിഡിറ്റിയും ചൂടും കൂടുതലാവുന്ന അവസരങ്ങളിൽ അത് അവിടെ ബ്രേക്ക് ചെയ്യും. നമ്മുടെ മണ്ണിൽ ആകപ്പാടെ 40 ദിവസം മാത്രമേ അത് നിലനിൽക്കുള്ളൂ. അതുമാതിരി തന്നെ നമ്മുടെ വെള്ളത്തിലാണെങ്കിൽ 30 ദിവസം നിലനിൽക്കുള്ളൂ. നമ്മുടെ രക്തത്തിലാണെങ്കിൽ 1 മാസം മാത്രമേ നിലനിൽക്കുള്ളൂ. അപ്പോഴ് തന്നെ അത് വിഘടിച്ചു പോകും. നമ്മൾ കാസർഗോഡ് ഈ തളിച്ചിട്ടുള്ളതിന്റെ ഒരു സിമുലേഷൻ നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ തളിച്ചിട്ടുള്ള ഡിസംബർ ജാനുവരി മാസങ്ങളാണ്. ഡിസംബർ അവസാനവും ജാനുവരി അവസാനമാണ് 2 തളി തളിച്ചിട്ടുള്ളത്. ഈ ഹെലികോപ്റ്റർ വഴി തളിക്കുമ്പോൾ മഴ പെയ്യുന്ന മാതിരി അല്ല പെയ്യുക, മറിച്ച് പുകമഞ്ഞ് മാതിരി വളരെ ആറ്റമൈസ്ഡ് ആയിട്ടുള്ള വളരെ വളരെ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആണ് വരിക. അത് പുറത്തേക്ക് വന്ന് ഈ കശുമാവിന്റെ ആ ഇലച്ചാർത്തിൽ മുഴുവൻ പറ്റി താണ് മുകളിലുള്ള ഇലപ്പരപ്പിലും പുൽപ്പരപ്പിലേക്കുമാണ് എത്തുക. കശുമാവൻ തോട്ടങ്ങൾ ആരും ഉഴുതുമറിക്കാൻ പോകാറില്ല. മുഴുവൻ പുല്ലും ഡിസംബർ ജാനുവരി ആകുമ്പോഴേക്ക് ഇലകൾ പൊഴിഞ്ഞിട്ടുണ്ടാവും. ആ ഉണങ്ങിയ ഇലകളുടെ പരപ്പിന്റെ മുകളിലേക്കാണ് ഇത് താണു വീഴുക. അപ്പൊ അതിനുശേഷം അത് അവിടെ നിന്ന് വിഘടിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആൽഫ എൻഡോസൾഫാൻ വോളറ്റൈസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും, മറ്റേത് ചൂട് കൊണ്ട് വിഘടിക്കും. അങ്ങനെ വിഘടിച്ച് പോകുമ്പോൾ ആ മഴക്കാലം കഴിയുമ്പോഴേക്കും തന്നെ വലിയൊരു ഭാഗം അത് വെള്ളത്തിൽ ഒലിച്ചു പോകാനേ ഉണ്ടാവുകയുള്ളൂ, മണ്ണിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ. മണ്ണൊലിപ്പ് ഇങ്ങനത്തെ തോട്ടങ്ങളിലൊന്നും സാധാരണ മണ്ണൊലിപ്പ് വരാറേ ഇല്ല. അപ്പോ അതൊരു സിമുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ജലാശയങ്ങളിലേക്ക് എത്തിയിട്ടാണ് മനുഷ്യനിലേക്ക് എത്താൻ സാധ്യത വരേണ്ടത്. അപ്പൊ ജലാശയങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. തളിച്ചിട്ട് 50 ദിവസം കഴിഞ്ഞിട്ടാണ് KUവിന്റെ പഠനം വന്നത്, അവിടുന്ന് മണ്ണെടുത്തത്. അപ്പോഴും മണ്ണിൽ 3.8 ppm മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണ്ണിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വെള്ളത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഒരു മനുഷ്യനിലേക്ക് എത്താനുള്ള സാധ്യത ഒന്ന് ശ്വസിക്കുമ്പോഴെത്താം, തളിക്കുമ്പോൾ തന്നെ ശ്വസനത്തിലേക്കൂടെ എത്താം. പക്ഷെ അത് വളരെ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ അതിന് അനുവദനീയമായിട്ടുള്ള അളവിനേക്കാളും വളരെ വളരെ കുറവായിരിക്കും. ഇനി കിണറിലേക്ക് വീണ് കഴിഞ്ഞാൽ അതും വളരെ ചെറിയ തോതിൽ, കാരണം കിണറിലേക്ക് മാത്രമായിട്ട് തളിക്കുന്നില്ല, ആകാശമാർഗേണ അടിച്ചു പോകുമ്പോൾ ഒരു ഭാഗം കിണറിലേക്ക് വീഴാനേ സാധ്യതയുള്ളൂ. അപ്പൊ അതൊരു വളരെ വലിയ അളവിലൊന്നും ഉണ്ടാവില്ല, ചെറിയ അളവിലേ ഉണ്ടാവുള്ളൂ. അത് അത്രയും കിണർ വെള്ളത്തിൽ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് മനുഷ്യനിൽ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാത്ത രീതിയിലേ പോവുള്ളൂ. തളിച്ച സമയത്ത് അപൂർവം ചില ആൾക്കാർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ നാട്ടുകാരനായതുകൊണ്ട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അസ്വസ്ഥത, ഒരു മണമുള്ള സാധനം ദേഹത്ത് വീഴുക ആൾക്കാർക്ക് ഇഷ്ടാവില്ല.
അപ്പൊ ആ ഒരു അസ്വസ്ഥതയും അതുമാതിരിയുള്ള കാര്യങ്ങളും അല്ലാതെ വേറെ ഒന്നും തന്നെ തളിച്ച സമയത്തും ഉണ്ടായിട്ടില്ല. ഒരാളും ആശുപത്രിയിലൊന്നും പോയിട്ടുമില്ല. അതുകൊണ്ട് അക്യൂട്ട് ടോക്സിസിറ്റി ഉണ്ടായിട്ടില്ല, ക്രോണിക് ടോക്സിറ്റി ഉണ്ടായിട്ടില്ല. കാരണം കീടത്തിനെ കൊല്ലാനുള്ള അളവിൽ മാത്രമേ തളിച്ചിട്ടുള്ളൂ. കീടത്തിനെ കൊല്ലാൻ 500 ppm ആണ്. 500 ppm അളവിൽ മാത്രമേ തളിച്ചിട്ടുള്ളൂ. മനുഷ്യനെ കൊല്ലാനോ മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അളവായിട്ടില്ല. അതിലൊക്കെ വളരെ കുറഞ്ഞ അളവ് മാത്രമേ അത് വരുന്നുള്ളൂ. ഡോക്ടർ ശ്രീകുമാർ സാറിനോടുള്ള ബഹുമാനത്തോടുകൂടി തന്നെ ചില വിഷയങ്ങൾ പറയട്ടെ. എനിക്ക് തോന്നുന്നു അവിശ്വസനീയമായ ധാരാളം കഥകൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലാതെ മറ്റു ഗൂഢ താല്പര്യങ്ങളുള്ള ആളുകളുടെ ഭാഗത്തു നിന്നോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇപ്പം നമ്മളുള്ളത്. കഴിഞ്ഞ ഒരു 10-20-25 വർഷത്തോളം കേരള ജനത അല്ലെങ്കിൽ മറ്റു ലോക ജനത ഒന്നാകെ കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ പ്രതികരിക്കുകയും ചെയ്ത പല വിഷയങ്ങളും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇപ്പോൾ വെളിച്ചമുണ്ടെങ്കിൽ ഇത് വെളിച്ചമല്ല, കുറ്റാക്കുറ്റി ഇരുട്ടാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നു ശ്രീകുമാർ സാറിന്റെ ഒരു ടോക്ക് വരുന്നത്. ഒരുപക്ഷെ സാറ് ഡാറ്റ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ എനിക്കൊരു സംശയമുണ്ട് സാർ. അതായത് അറിഞ്ഞിടത്തോളം 13ഓളം പഠനങ്ങൾ, 10ലധികം പഠനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ നടന്ന പഠനങ്ങളിലൊക്കെ തന്നെ ഒരു 2 തരത്തിലുള്ള പഠനങ്ങൾ അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഒന്ന്, എൻഡോസൾഫാൻ അല്ല കാസർഗോഡിന്റെ പ്രശ്നം, മറ്റൊന്ന് എൻഡോസൾഫാൻ വഴിയാണ് കാസർഗോഡ് ഈ പ്രശ്നം രൂക്ഷമായി തന്നത്. 2 തരത്തിൽ. അതില് കാസർഗോഡ് എൻഡോസൾഫാൻ മൂലമല്ല പ്രശ്നം എന്ന് പറയുന്ന 2-3 കുറച്ച് പഠനങ്ങളുണ്ട്. അതിൽ ഒരു പഠനം ദിവ്യ കമ്മിറ്റിയുടെ പഠനമാണ്. ദിവ്യ എന്ന് പറയുന്ന കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള പഠനമാണ്. ഇദ്ദേഹം തന്നെ 2 തവണ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട പ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു യാദർശികത ഒരു വിരോധമാണെന്ന് തോന്നുന്നു. എൻഡോസൾഫാൻ അറിഞ്ഞിടത്തോളം എൻഡോസൾഫാൻ ഈ കാസർഗോഡ് PCK തോട്ടങ്ങളിൽ തളിക്കാൻ വേണ്ടി ഏത് അതോറിറ്റിയാണോ അനുമതി കൊടുക്കേണ്ടത് ആ അതോറിറ്റിയുടെ ഭാഗത്ത് ഇരുന്നുകൊണ്ട് എൻഡോസൾഫാൻ തളിക്കാൻ അനുമതി നൽകിയ ആളാണ് ഈ ദിവ്യ എന്ന് പറയുന്ന അദ്ദേഹം. ഇദ്ദേഹം തന്നെ ഇത് എൻഡോസൾഫാൻ മൂലം ഇവിടെ പ്രശ്നമുണ്ടോ എന്ന് പഠിക്കാൻ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം തന്നെ 2 തവണ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വന്നു. ഒന്ന് ദിവ്യ കമ്മിറ്റി പഠനം, 2 മറ്റൊന്ന് മായി കമ്മിറ്റി. വലിയ വ്യത്യാസമൊന്നുമില്ല ഈ ദിവ്യയുടെയും മായുടെയും കമ്മിറ്റി പഠനങ്ങളിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. ഇതല്ലാതെ തണലിന്റെ പഠനങ്ങൾ ഉണ്ടായിരുന്നു, മറ്റ് ധാരാളം ഏജൻസികളുടെ പഠനങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാറിവിടെ അവതരിപ്പിച്ച ഡാറ്റ പ്രകാരം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങൾ ഒഴികെ ബാക്കി ഏത് പഠനങ്ങളിലും ഒരു ഡാറ്റയും ക്ലിയർ അല്ല, വ്യക്തമല്ല, അല്ലെങ്കിൽ ശരിയല്ല, തെറ്റാണ്. അതെങ്ങനെയാണ് സാർ സംഭവിക്കുക? 10ലധികം പഠനങ്ങൾ, 11-13 പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ മാത്രമല്ല, കേരളത്തിലെ ഏജൻസികൾ മാത്രമല്ല, ഫിലിപ്പീൻസ് എന്ന് പറയുന്ന സർവകലാശാല ആളുകൾ പഠിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിൽ പഠനം നടന്നിട്ടുണ്ട്. ഇനി PCK തന്നെ സ്പോൺസേഡ് ചെയ്തിട്ടുള്ള ഫിസാറ്റ് ഉൾപ്പെടെ മറ്റുള്ളതിന്റെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. സാറിന്റെ അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പഠനം മാത്രം വളരെ കൃത്യനിഷ്ഠവും മറ്റുള്ളതൊക്കെ അല്ല എന്നാവുന്നതും ലോജിക്കല്ല, യുക്തി ഉള്ളതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് മറുപടി പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് സാർ, ഈ സാറ് പറഞ്ഞു വായു മാർഗമാണ് ഏരിയൽ സ്പ്രേ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സാറ് ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് സാറ് പറയുന്നുണ്ട് തളിച്ച, അതായത് എൻഡോസൾഫാൻ തളിച്ച ഭാഗത്തെ രോഗികളുടെ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തുന്നു. എൻഡോസൾഫാൻ തൊട്ട് സമീപത്തെ പഞ്ചായത്തിൽ തന്നെ എൻഡോസൾഫാൻ തളിക്കാത്ത പഞ്ചായത്തിലെയും കണക്കെടുപ്പ് സാർ നടത്തുന്നുണ്ട്. സാറിന്റെ പഠനങ്ങൾ സാർ വ്യക്തമാക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു സാർ ഏരിയൽ സ്പ്രേ നടത്തുന്ന സമയത്ത് ഇവിടെ നമ്മൾ എൻഡോസൾഫാൻ തളിച്ചാൽ ഇത് ഇവിടെ തന്നെയല്ല നിൽക്കുക, കാറ്റടിക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. സാർ തന്നെ ഇപ്പോൾ 1-2 ടോക്കിൽ സാർ തന്നെ പറയേണ്ടായി വായുമാർഗേന അത് പെട്ടെന്ന് നമുക്ക് മണ്ണിലേക്ക് നേരെ താഴ്ന്നിറങ്ങില്ല, കാറ്റ് പോലെ അങ്ങോട്ടും പോകുമ്പോൾ സാർ തന്നെ പറയുകയുണ്ടായി. അപ്പൊ വായുമാർഗേന തളിക്കുന്നു എന്ന് പറഞ്ഞ എൻഡോസൾഫാൻ കീടനാശിനി അത് തളിച്ച ഈ ഇടവും തളിക്കാത്ത ഈ ഇടവും തമ്മിൽ വലിയ വ്യത്യാസമില്ല, അല്ലെങ്കിൽ ഒരേപോലെ രോഗം എന്ന് പറഞ്ഞാൽ സാറും അവിടെ ഇവിടെ തളിച്ചെങ്കിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. ഒരു സാമാന്യ ലോജിക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തളിച്ച ഇടവും തളിക്കാത്ത ഇടവും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു ഡാറ്റ കൊണ്ടുവരുന്നത് വലിയ യുക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന് സാർ, ലോകം മുഴുവൻ കാസർഗോഡിലെ ചിത്രങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. കാസർഗോഡിലെ എൻഡോസൾഫാൻ ഇരകൾ എന്നുള്ള രൂപത്തിൽ തന്നെ ധാരാളം ചിത്രങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ചിത്രങ്ങൾ സാർ ഇവിടെ കാണിക്കുകയുണ്ടായി. തല വലുതായ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ കാലിന് പ്രശ്നമുള്ള ഒരുപാട് ചിത്രങ്ങൾ കുറച്ച് ചിത്രങ്ങൾ കാണിക്കുകയുണ്ടായി. അതിൽ ഒരു ചിത്രത്തോട് സാർ പ്രതികരിച്ചു. ആ കുട്ടി എൻഡോസൾഫാൻ കളിക്കുന്നതിന് മുൻപാണ് ജനിച്ചത്, പക്ഷെ ആ കുട്ടിയും എൻഡോസൾഫാന്റെ ഇരകളായിട്ട് മാറ്റപ്പെട്ടു എന്ന രീതിയിൽ ഒരു ചിത്രത്തോട് സാർ പ്രതികരിച്ചു. ബാക്കിയുള്ള ചിത്രങ്ങളൊന്നും തന്നെ സാർ ഇങ്ങനെ ഓടിച്ചങ്ങോട്ട് പോയി. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ സംഭവിച്ചത്? മറ്റൊന്ന്, ഇതിപ്പോ സാറോട് ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെയുള്ള മറ്റു കേൾവിക്കാരുണ്ട്, അവരും അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ തേയില കൊതുകിനെ കൊല്ലാനും വിളവ് വർദ്ധിപ്പിക്കാനുമാണ് കീടനാശിനി തളിക്കാൻ വേണ്ടി അനുമതി കൊടുത്തതെന്നാണ് വായിച്ചിടത്തോളം അറിഞ്ഞിട്ടുള്ളത്. ഈ തേയില കൊതുകിനെ ഞാൻ കണ്ടിട്ടില്ല, സാറിനെങ്കിലും ചിത്രം ഉണ്ടെന്ന് കാണിച്ചാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഇനി ഈ തേയില കൊതുകിനെ കൊല്ലാൻ വേണ്ടി കീടനാശിനി തളിച്ചിട്ട് വിളവ് വർദ്ധിച്ചോ അല്ല വല്ല വ്യാപാര ലാഭം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. മറ്റു പ്രേക്ഷകരും ഒരുപക്ഷെ പ്രതികരിക്കായിരിക്കും. എനിക്ക് തോന്നുന്നു
ഒരു ദേശം അല്ലെങ്കിൽ ആ ഒരു ദേശത്തെ ഒരു ജനത ഒന്നാകെ, സാറിനെ പോലുള്ള ചില പ്രത്യേകപ്പെട്ട ആളുകൾ മാറി നിൽക്കണം, ബാക്കിയുള്ള ഒരു ദേശം ഒരു ജനത ഒന്നാകെ ഒരു നാടിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടുകയും പ്രതികരിക്കുകയും സമരങ്ങൾ നയിക്കുകയും ധാരാളം സമരങ്ങൾ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട സമരങ്ങൾ തന്നെ എത്രയോ എടുക്കാനുണ്ട്. സമരങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ എൻഡോസൾഫാൻ സമരങ്ങൾ പ്രത്യേകം പഠിക്കാനുണ്ട്. ഇത്രയും സമരങ്ങൾ ഇവിടെ നടക്കുകയും അതിനോടെല്ലാം ഭരണകൂടം അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധിച്ചും പരിഗണിച്ചും പരിഹരിക്കാതെ ധാരാളം തവണ ഭരണകൂടം ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കണ്ട കാലങ്ങൾ അത്രയും നടന്നതൊക്കെ പച്ചക്കള്ളമായിരുന്നു എന്നാണോ സാർ പറയുന്നത്? ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ എൻഡോസൾഫാൻ കൊണ്ടല്ല കാസർഗോഡ് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതിന് 2 പഠനമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഒന്ന് ദൂബെ കമ്മിറ്റിയും രണ്ടാമത്തേത് മായി കമ്മിറ്റി. ദൂബെയുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് വായുമാർഗേണ തളിച്ചു കഴിഞ്ഞാൽ അത് 4 ഇരട്ടി ലാഭകരമാണ്, കോസ്റ്റ് ബെനഫിറ്റ് റേഷ്യോ 4 ഇരട്ടി മെച്ചമാണ് എന്നുള്ള പഠനം ആദ്യമായിട്ട് വരുന്നത് ദൂബെയുടെ നേതൃത്വത്തിലുള്ള പഠനമാണ്. അത് 76 ആദൂർ ഡിവിഷനിലാണ് അത് നടന്നത്. അത് നടത്തിയിട്ട് അതിനു മുമ്പേ താഴെ നിന്ന് തളിക്കുക, തേയിലക്കൊതുക് എന്നുള്ള ഒരു കീടം വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ 2 ഫംഗസും കൂടെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കശുമാവിൻ തോട്ടങ്ങൾ തീ പിടിച്ചത് മാതിരി കരിയും. എൻ്റെ ചിത്രങ്ങളുണ്ട്, ആ സുഹൃത്തിന്റെ മെയിൽ തന്നു കഴിഞ്ഞാൽ ഞാൻ അയച്ചു കൊടുക്കാം, തേയിലക്കൊതുകിനെയും കാണിച്ചു കൊടുക്കാം. തീ പിടിച്ചത് മാതിരി തോട്ടങ്ങൾ കരിഞ്ഞു പോകും. അത്ര ഭീകരമാണ്. 99% ഒക്കെയാണ് ലോസ്. ഒരു വർഷം ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടായി. എന്നിട്ട് ഒരു നിയമസഭയിൽ ചോദ്യം വന്നു, ഞാൻ എൻ്റെ കമ്മീഷനായിട്ട് പോയിരുന്നു. എന്നിട്ടാകുമ്പോൾ 99% ആണ് നമ്മൾ ലോസ് പറഞ്ഞത്. അത്ര ഭീകരമായിട്ട് നഷ്ടം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ 2 ദൂബെ പഠനം നടത്തുന്നതിന് മുമ്പായിട്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയിലക്കൊതുകിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് തളിക്കുമായിരുന്നു. റോക്കർ സ്പ്രേയർ വെച്ച് താഴെ നിന്ന് തളിക്കും. അപ്പോൾ എസ്റ്റേറ്റിന്റെ ഒരു ഭാഗത്ത് കശുമാവ് തളിരിടാൻ തുടങ്ങുമ്പോൾ തളിച്ചു കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആ ഭാഗത്ത് മുഴുവൻ കശുവണ്ടി ആയിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും 2F അല്ലെങ്കിൽ 3F സ്റ്റേജിലാണ് തളിക്കാൻ പറയുന്നത്. ഫ്ലഷിംഗ്, ഫ്ലവറിംഗ്, ഫ്രൂട്ടിംഗ്, ഈ 3 സ്റ്റേജിലാണ് തളിക്കാൻ പറയുന്നത്. നീഡ് ബേസ്ഡ് ആണ്. അവസാനത്തെ തളി തളിക്കണമെന്നില്ല, 2 തവണയെങ്കിലും തളിക്കാം എന്നുള്ള നിലക്കാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ തളിക്കാൻ എത്തൂല, കാരണം താഴെ നിന്ന് തളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് തൊഴിലാളികൾ തന്നെ തളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും അവർ എക്സ്പോസ്ഡ് ആണ്. അത് ഭയങ്കര മോശമാണ്, ഇതിനേക്കാളും മോശമാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ട രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം 10-30 വർഷം പ്രായമുള്ള കശുമാവാണ്, അതിന്റെ ഇലച്ചാർത്തൊക്കെ വളരെ മുകളിലാണ്. അപ്പോൾ താഴെ നിന്ന് തളിച്ചു കഴിഞ്ഞാൽ ഫലപ്രദമാവില്ല. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് തളിക്കാനുള്ള ഒരു പഠനം വന്നതും അത് ഫലപ്രദമാണ്. കാരണം ഈ കശുമാവിന്റെ ഇലച്ചാർത്ത് ഇങ്ങനെ ആടി വലയുമ്പോൾ വിഷം എല്ലാ ഭാഗത്തെത്തുകയും ഫലപ്രദമായിട്ടുള്ള സംരക്ഷണം കിട്ടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഫലപ്രദമാണെന്നും കൂടെയാണ് വന്നത്. അതുകൊണ്ടാണ് വായുമാർഗേണ തളിക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ വന്നത് തന്നെ. അതിനുശേഷം ആ റെക്കമെൻഡേഷൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും അതുമാതിരി തന്നെ NRCC നാഷണൽ റിസർച്ച് സെന്റർ ഫോർ കാഷ്യൂവും 2 നിർദ്ദേശം അംഗീകരിക്കുകയും പിന്നീട് കലക്ടറുടെ പെർമിഷനോട് കൂടിയാണ് ഓരോ വർഷവും തളിച്ചത്. അപ്പോ ഇവർ 2 പേരും ദൂബെ ആയാലും മായി ആയാലും വ്യാപകമായിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആരും പഠനം നടത്തിയിട്ടൊന്നുമില്ല. അവര് തൊഴിലാളികളെയും ഓഫീസേഴ്സിനെയും അതുമാതിരി ആൾക്കാരെയൊക്കെ കണ്ട് ഒന്ന് വിചാരണ ചെയ്ത് അവരുടെ എഴുതി മടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഫീൽഡ് ലെവൽ ഡാറ്റ അവരാരും കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുവരെയുള്ള പഠനങ്ങൾ അശാസ്ത്രീയമാണ്, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെയും NIOHന്റെയും പഠനം അശാസ്ത്രീയമാണ് എന്ന് പറയുന്നതിന് കാരണം പറഞ്ഞിട്ടാണ് ഞാനത് പറയുന്നത്, അല്ലാണ്ട് വെറുതെ അല്ല. കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് എന്തുകൊണ്ട് അത് ഫലപ്രദമാവുന്നില്ല, ആ ഒരു കാര്യകാരണ ബന്ധത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ആ പഠനം പര്യാപ്തമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം ആരോഗ്യം എന്നുള്ളത് ഒരു ഘടകത്തെ നിർണ്ണയിക്കുന്നത് ഒരുപാട് മറ്റ് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് അശാസ്ത്രീയമെന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം മറ്റ് പഠനങ്ങളെല്ലാം ബാക്കിയുള്ള ഞാൻ സാഹിത്യ പരിഷത്തിന്റെ ഒരു കമ്മിറ്റി മെമ്പറായിട്ട് ആദ്യം പോയതാണ്. 2001 പോയതാണ്. ഇത്രക്കൊന്നും കാര്യങ്ങൾ തീപിടിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഓരോ എസ്റ്റേറ്റിന്റെയും അടുത്തുള്ള, അതായത് എസ്റ്റേറ്റിന്റെ അടുത്തുനിന്ന് 1/2 കിലോമീറ്റർ മാത്രം ചുറ്റളവിലുള്ള വീടുകളിൽ പോയി. അങ്ങനെ 7 ഗ്രാമങ്ങളിൽ ഞങ്ങൾ പോയി. എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് ശാസ്ത്രഗതി സെപ്റ്റംബർ 2002 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? അതിൽ പറയുന്നത് 6 ഗ്രാമങ്ങളിലും കേരള ശരാശരിക്ക് തുല്യമായിട്ടോ കുറവായിട്ടോ മാത്രമേ പഠിച്ച രോഗങ്ങളുള്ളൂ. പദ്രയിൽ മാത്രമേ രോഗങ്ങൾ കൂടുതലുള്ളൂ
എന്നുള്ളതാണ്. എല്ലാ ദിക്കിലും തളിച്ചിട്ടുണ്ട്, എല്ലാ ദിക്കിലും ഒരുപോലെ തളിച്ചിട്ടുണ്ട്. എല്ലാം അതിന്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ നോക്കുമ്പോഴും ടെറൈൻ നോക്കുമ്പോഴൊക്കെ വ്യത്യാസമൊന്നുമില്ലാത്തതാണ്. എല്ലാ ഇടനാടൻ ചങ്കൽക്കുന്നുകളിലാണ് ഈ തോട്ടങ്ങൾ പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല, ഭദ്രയിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നുള്ളതാണ് പരിഷത്തിന്റെ പഠനം പറയുന്നത്. പക്ഷെ പരിഷത്തിന്റെ 2 ടീമായിട്ടാണ് ഞങ്ങൾ പോയത്. ഞാനും ഒരു കുഞ്ഞിക്കണ്ണൻ മാഷും ഒരു സ്ഥലത്തേക്കൂടെ പോയി, വേറെ ഒരു ഗ്രൂപ്പ് വേറെ ഭാഗത്തേക്കൂടെ പോയി. ഞങ്ങള് എല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ട് പോയി. വേറെ ഗ്രൂപ്പ് പോയത് പരിസ്ഥിതി പ്രവർത്തകർ കൂടെ തന്നെ പോയി. ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വീടുകൾ ഇങ്ങനെ നടന്ന് കയറിപ്പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് കുറച്ച് കൂടുതലായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ടാവാന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും അതിനുശേഷം ക്യാമ്പ് ഡാറ്റ നമ്മൾ എൻമഗജയുടെ പരിശോധിച്ചു. അവിടെ ഒരു സൂക്കേട് അധികമായിട്ട് കാണാനില്ല. ഇതിനേക്കാളും ഫലപ്രദമായിട്ടാണ് ക്യാമ്പ് ഡാറ്റ. പരിഷത്തിന്റെ വീട് പഠനം എന്ന് പറഞ്ഞാൽ കുറച്ച് വീടുകൾ മാത്രമേ പോയിട്ടുള്ളൂ. ക്യാമ്പ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ എത്രയോ ആൾക്കാർ വന്നിട്ടുള്ളതാണ്. 20 വാഹനങ്ങളാണ് ക്യാമ്പിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത് ആരോഗ്യ വകുപ്പ്. കൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആക്ടിവിസ്റ്റുകളും എല്ലാവരും രോഗികളെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ക്യാമ്പിൽ വന്നാൽ ആള് രക്ഷപ്പെട്ടു എന്നായിരുന്നു അന്നേരം ഉണ്ടായിരുന്ന പൊതുധാരണ. അപ്പൊ അങ്ങനെ എന്നിട്ട് കൂടി എൻമഗജയിൽ കൂടുതലായിട്ട് കാണുന്നില്ല. പിന്നെ 2 ഗ്രാമങ്ങൾ എടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞു. എന്റെ സുഹൃത്ത് കരുതിയത് 2 അടുത്തടുത്തുള്ള ഗ്രഹങ്ങൾ എന്നാണ്. അല്ല, ഒന്ന് ഈ സ്പ്രേ കൊണ്ടിട്ടുള്ള ഗ്രാമം, അതായത് മൂളിയാർ, ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ. മറ്റേത് ഏകദേശം 20-25 കിലോമീറ്റർ ദൂരെയുള്ള ബാനമാണ്. അവിടെ ആ ചുറ്റുപാടിൽ എവിടെയും തന്നെ തളിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കമ്പാരിസൺ പോസിബിൾ ആണ്. അതുമാതിരി തന്നെ NIOH നടത്തിയത് ഒന്ന് പദ്രേ, രണ്ടാമത്തേത് വീണ്ടും 20-25 കിലോമീറ്റർ ദൂരെയുള്ള മീഞ്ച പഞ്ചായത്തിലെ മീയപ്പതവ് എന്നുള്ള ഗ്രാമമാണ്. ഈ 2 ഗ്രാമങ്ങളും വളരെ ദൂരെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡ്രിഫ്റ്റ് വരാനുള്ള സാധ്യതയേ ഇല്ല, സ്പ്രേ ഡ്രിഫ്റ്റ് വരാനുള്ള സാധ്യതയേ ഇല്ല. പിന്നെ ഒരു ചിത്രത്തിൽ മാത്രം പ്രതികരിച്ചു എന്ന് പറഞ്ഞു. എല്ലാ ചിത്രങ്ങളിലും എനിക്ക് ആൾക്കാരെ അറിയില്ല. ആ ഒരു വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, കൃത്യമായിട്ട് എനിക്കത് അറിയുകയും ചെയ്യാം. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ചിത്രം അതും കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ ശ്രുതി എന്ന് പറയുന്ന കുട്ടിയുടെ കൈ ഇങ്ങനെ ക്ലഫ്റ്റ് ഇതായിട്ടുള്ളതാണ്. അത് ആ രോഗങ്ങൾ എല്ലാ നാട്ടിലും ഉള്ളതാണ്. ആ രോഗം കാസർഗോഡ് മാത്രമൊന്നുമല്ല. അതുമാതിരി തന്നെ തല വലുതാവുന്ന രോഗം, അതും എല്ലാ നാട്ടിലും ഉണ്ട്. അതിന്റെ ഫ്രീക്വൻസി, ഹൈഡ്രോസഫാലസിന്റെ ഫ്രീക്വൻസി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നാട്ടിലും അതുണ്ട്, കാസർഗോഡ് കൂടുതലൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് കൂടുതലില്ല എന്ന് തന്നെയാണ് നമ്മുടെ കണക്കുകൾ കാണിക്കുന്നത്. കണക്കുകൾ വെച്ചിട്ട് പറയണം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഒരു സയന്റിഫിക് വർക്കർ എന്നുള്ള നിലക്ക് കണക്കുകൾ അത്യാവശ്യമാണ്. നമ്മുടെ ധാരണയല്ല കാര്യം. നമ്മൾ പൊതുധാരണകൾ ഒരുപാട് ഉണ്ടാക്കും, പക്ഷെ അതിനൊക്കെ സാധൂകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടാവണം. ആ കണക്കുകളിലേക്ക് കൂടിയാണ് ഈ ഒരു കാര്യം നമുക്ക് കാര്യകാരണ ബന്ധം നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുക. അല്ലാണ്ട് നമ്മളുടെ ചില ധാരണകളല്ല സത്യം. പിന്നെ ഈ സമരം മുഴുവൻ കള്ളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും മറുപടി പറയാനില്ല. അവര് ശരിയാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന സമരങ്ങളാണ്. അവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഇത് മുഴുവൻ ശരിയാണ്, ഒരു ജനതയെ മുഴുവൻ രോഗികളാക്കി എന്നൊക്കെയാണ് അവർ ധരിക്കുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ പ്രവർത്തകർ മുഴുവൻ സമരം ചെയ്യുന്നത്. അതിനൊരു കുറ്റവും ഞാൻ പറയുന്നില്ല. പക്ഷെ ശാസ്ത്രജ്ഞന്മാരും മെഡിക്കൽ കോളേജ് ആൾക്കാരും ഈവൻ ഗവൺമെന്റും ഇങ്ങനെ വിട്ടുകൊടുക്കുകയല്ല ഇത് ചെയ്യേണ്ടത്. കേവലം സഹായധനം കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള എപ്പിഡെമിയോളജി പഠനങ്ങൾ ഉണ്ടാവണം. നമ്മൾക്കൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമിയോളജി ഉണ്ട് ചെന്നൈയിൽ. അതിലത്തെ ആൾക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തെ കൃത്യമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എത്രമാത്രം വ്യാപിച്ചിട്ടുണ്ട്, ഓരോ രോഗത്തിന്റെയും ഫ്രീക്വൻസി എത്രയാണ്, തളിച്ചതും തളിക്കാത്തതായിട്ടുള്ള സ്ഥലങ്ങൾ എത്രയാണ്, ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇത് ശാസ്ത്രത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അപഗ്രഥിക്കുകയും പരിഹാര മാർഗങ്ങൾ തേടുകയും ചെയ്യേണ്ടത്. അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ നിർഭാഗ്യകരം. അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, അല്ലേ? അത് കൃത്യമായിട്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവണം. കാര്യകാരണ ബന്ധം കണ്ടെത്തണം, എന്നിട്ട് പറയണം. എന്നിട്ട് ഈ എൻഡോസൾഫാൻ ഉണ്ടാക്കിയ കമ്പനികളെ സ്യൂ ചെയ്യണം. അവരെ സ്യൂ ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് വേണം ഈ പൈസ എക്സ്ട്രാക്ട് ചെയ്യാൻ. പാവപ്പെട്ട PCK തൊഴിലാളിയുടെ വേർപ്പിൽ നിന്നല്ല ഈ പൈസ എടുത്ത് കൊടുക്കേണ്ടത്. 2-3 വർഷം അവർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അറിയോ? കാരണം ലാഭത്തിലായിരുന്നില്ല പോയിരുന്നത്. അപ്പോ എന്നിട്ട് അവിടെയുള്ള ചവോക്ക് കാറ്റാടി മരങ്ങൾ മുറിച്ചിട്ട് ശമ്പളം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അവരുണ്ടാക്കിയ ചെറിയ ലാഭത്തിനാണ് 76 കോടി ഇപ്പോഴും ഈ ദുരിതബാധിതർക്ക് കൊടുക്കുന്നത്. അത് ശരിയാണോ എന്നും കൂടെ പരിശോധിക്കണം. അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് കൂടെ പരിശോധിക്കണം. 1-2 ചെറിയ കാര്യങ്ങൾ. ഞാനൊരു
വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയാണ്. ഒന്ന്, പുതിയ പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ, ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്യാൻസറിന്റെ പഠനങ്ങൾ കാണിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലമാണ് ക്യാൻസറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളത്തിൽ, കാസർഗോഡല്ല. അതിന് തർക്കമൊന്നുമില്ല. കാസർഗോഡിൽ ക്യാൻസർ കൂടുതലില്ല എന്നുള്ളതിന് ഒരു തർക്കത്തിനും ഇനി സാധ്യതയില്ല. മറ്റ് അക്യൂട്ട് ന്യൂറോളജിക്കൽ ഡിസീസുകൾ കാസർഗോഡ് കൂടുതലുണ്ടെന്നുള്ളതിന് തെളിവുകളില്ല. സെറിബ്രൽ പാൽസി കൂടുതലുണ്ടെന്നുള്ളതിന് തെളിവുകളില്ല. പക്ഷെ എന്നാൽ സ്ലോ ടോക്സിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പഠിച്ചു പറയാനായിട്ടുള്ള കാലമായിട്ടുമില്ല. അതിന്റെ കാരണം 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മൾ പണ്ട് 1970-കളിൽ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് നിലവിൽ വന്നു. വ്യാപകമായിട്ട് അന്ന് പ്രോജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷനുള്ള ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ലോകമെമ്പാടും ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും കൊടുത്തു തുടങ്ങിയിരുന്നു. പക്ഷെ അപ്പോൾ ഇടയ്ക്ക് ഒരാളൊരു സംശയം പറഞ്ഞു, ഇതിനകത്തുള്ള പ്രോജസ്ട്രോണിന്റെ അളവ് ശകലം കൂടെ കുറച്ചില്ലെങ്കിൽ അത് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമാകാം. അന്നാരും ഇത് വിശ്വസിച്ചില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം, 10-20 വർഷത്തിന് ശേഷം ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ശകലം കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ ഇത് പ്രോജസ്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയും ഇപ്പം ലഭ്യമായിട്ടുള്ള ഓറൽ കോൺട്രസെപ്റ്റീവ്സിൽ പ്രോജസ്ട്രോൺ കുറവാണ്. അപ്പൊ ഇത് ശാസ്ത്രത്തിന്റെ ഒരു മെത്തേഡാണ്. ശാസ്ത്രം എപ്പോഴും തെളിവ് നിഷേധത്തിലും കൂടെയാണ് മുമ്പോട്ട് പോകേണ്ടത്. ശാസ്ത്രത്തിനെ ഡിസ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള വില്ലിങ്നെസ് ആണ് ശാസ്ത്രമാകുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രമാകുന്നില്ലല്ലോ. അപ്പൊ ഫാൾസിഫിബിലിറ്റി അംഗീകരിച്ചാലേ ശാസ്ത്രമാവുള്ളൂ. അപ്പൊ നമുക്കിപ്പം അനേകം ബ്ലഡ് റിപ്പോർട്ട് ഉള്ളപ്പോഴത്തേക്ക് ഇത് ഏതൊക്കെയോ ഒന്നോ രണ്ടോ ശരി, മറ്റുള്ള തെറ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് താങ്കൾ പറഞ്ഞ മാതിരി എപ്പിഡെമിയോളജിക്കാർ വന്ന് സ്വതന്ത്രമായിട്ട് ഒന്നുകൂടെ പഠിക്കുകയോ ഒക്കെ ചെയ്യണം. ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഡെത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അക്യൂട്ട് പോയിസണിങ്. അത് അക്യൂട്ട് പോയിസണിങ് എന്ന് വെച്ചാൽ നേരിട്ട് എൻഡോസൾഫാൻ കഴിക്കുകയോ അല്ലെങ്കിൽ എൻഡോസൾഫാൻ തൊഴിലാളിയായിട്ട് നിൽക്കുകയോ ചെയ്യുമ്പോഴാണ്. അതിൽ മിനിമം ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 35 mg/kg ബോഡി വെയിറ്റ് ആണ്. അത് 160 വരെ പോകണമെന്നില്ല. അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരെണ്ണം 2006 ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നൊരു പേപ്പർ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഏരിയൽ സ്പ്രേയിൽ നിന്നും ഏതാനും കുട്ടികളിൽ ഓട്ടിസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും ഒരു വൺ ഓഫ് സ്റ്റഡിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ശാസ്ത്രത്തിനെ ഇളക്കി മറിച്ചിട്ടുള്ള പല കാര്യങ്ങളും വൺ ഓഫ് സ്റ്റഡിയാണ്. ഉദാഹരണത്തിന് പെപ്റ്റിക് അൾസറിൽ അൾസർ കണ്ടെത്തിയത്, ബാക്ടീരിയ കണ്ടെത്തിയത് ഒരു വൺ ഓഫ് സ്റ്റഡി ആയിരുന്നു. ഡെൻഡ്രിറ്റിക് പ്രോസസ്സ് കണ്ടെത്തിയ നോബൽ പ്രൈസ് കിട്ടുമ്പോൾ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ പേര് സ്ട്രോഫ്മാൻ എന്നുള്ള അദ്ദേഹത്തിന്റെ സ്റ്റഡി ഒരു വൺ ഓഫ് സ്റ്റഡി ആയിരുന്നു. ഇതിന് നോബൽ പ്രൈസ് കിട്ടി. അപ്പം ഇമാതിരി അത് വരാം. വേറൊരു നമ്മുടെ കുറച്ചുകൂടെ നാടുമായിട്ട് പ്രസക്തമായിട്ടുള്ള വേറൊരു ഉദാഹരണം പറയാം. അലൂമിനിയത്തിന്റെ ടോക്സിറ്റി നമുക്കറിയാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അലൂമിനിയം പാത്രത്തിൽ ധാരാളമായിട്ട് ആഹാരം ഉണ്ടാക്കും. പക്ഷെ അലൂമിനിയവും മസ്തിഷ്കത്തിന്റെ ശോഷണവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പൊ അതായത് ഞാൻ കുട്ടിക്കാലത്ത് അലൂമിനിയം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് ഡിമെൻഷ്യ വരാൻ പോകുന്നത്. അപ്പം അതുമായിട്ടൊരു ലിങ്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. അത്തരം കാര്യം കാത്തു നിൽക്കണം. ഇത് കാലഘട്ടം കുറയ്ക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അപ്പം അതൊക്കെയാണ് നമുക്ക് എൻഡോസൾഫാനെ പറ്റി മിച്ചം ഇരിക്കുന്ന വ്യാകുലതകൾ. അതൊക്കെയാണ്. അല്ലാതെ അക്യൂട്ട് പോയിസണിങ് ഉണ്ടോ എന്നുള്ളതിന് ഇപ്പം ഏറെക്കുറെ തെളിവൊക്കെ വന്നിട്ടുണ്ട്. അക്യൂട്ട് പോയിസണിങ് ഉണ്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എൻഡോസൾഫാൻ ഒരു അക്യൂട്ട് പോയിസണിങ് ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് നിലവിലില്ല എന്തായാലും. പക്ഷേ ബയോ അക്യുമുലേഷൻ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ബയോ അക്യുമുലേഷൻ, ബയോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നില്ലെങ്കിലും ബയോ അക്യുമുലേഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹണി ബി ഡെത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം തേനീച്ചകൾക്ക് ഇല്ല എന്നല്ല, തേനീച്ചകളുടെ മരണം ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സ്പീഷീസ് ഓഫ് തേനീച്ചകൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഫേവറബിൾ ഇൻസെക്ട്സ് മരിച്ചതായിട്ടും ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കാസർഗോഡിലേക്ക് ഒതുങ്ങുന്നില്ല. കാസർഗോഡിനെ നമുക്ക് മാറ്റിവെച്ചാൽ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഷഡ്പഥങ്ങൾ എന്നുവെച്ചാൽ കൃഷിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ചില ഷഡ്പഥങ്ങൾ അവിടെ ഇവിടെയൊക്കെ മരിച്ചു വീഴുന്നതായിട്ട് അതിനും റിപ്പോർട്ടുകളുണ്ട്. ഇതിനൊക്കെ ഒരു പോക്രൈൻ റിവ്യൂവിന്റെ സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കിപ്പോൾ പറയാനായിട്ട് നിവൃത്തിയില്ല. ഞാൻ പെട്ടെന്ന് എനിക്ക് അത് ലിറ്ററേച്ചർ സെർച്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനിത് കുറച്ച് പഠിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഓർഗാനിക് ഫാമിംഗ് അവരുടെ ഒരു ഫണ്ടമെന്റലിസത്തെ പറ്റി പഠിക്കാൻ വേണ്ടി തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാളിതുവരെ ഒരു ഫുഡ് റെസിഡ്യൂ മനുഷ്യന് കുഴപ്പമുണ്ടാക്കുന്നതായിട്ട് ഒരു തെളിവും വന്നിട്ടില്ല. പക്ഷെ എന്നാലും എൻഡോസൾഫാൻ മാതിരിയുള്ള വസ്തുക്കളൊക്കെ
ക്ലാസ് 2 പദാർത്ഥങ്ങളായിട്ട് പലയിടത്തും അതിന് ക്ലാസ് 1 എത്തിയിട്ടില്ല. ക്ലാസ് 2 ഒരു മോഡറേറ്റ് ഹാംഫുൾ സബ്സ്റ്റൻസ് ആയിട്ടാണ് ലോകത്തെമ്പാടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതും ഒരു സത്യമാണ്. പക്ഷെ മോഡറേറ്റ് ഹാംഫുൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഹാംഫുൾ ആണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എന്നാലും ഇമാതിരി പഠനങ്ങൾ ലഭ്യമാണ്. ഈ പഠനങ്ങളെ സമ്പൂർണ്ണമായിട്ട് നിരാകരിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പല പഠനങ്ങളും ഒരൊറ്റ പഠനമാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് 10-12 കൊല്ലം കഴിഞ്ഞിട്ട് അതിനനുകൂലമായിട്ടുള്ള പല പഠനങ്ങൾ വന്ന ചരിത്രമുണ്ട്. ഇത് കൂടാതെ കേരളത്തിൽ തന്നെ ശാസ്ത്രകാരന്മാരിൽ ട്രസ്റ്റ് ഡെഫിസിറ്റും ഉണ്ട്. വിശ്വാസവും വിശ്വാസ കമ്മിയും നിലവിലുണ്ട്. അതിന് ഒരു ഉദാഹരണം പറയാവുന്നത് 2006 തൊട്ട് 2011 വരെ നമുക്കിവിടെ ചിക്കൻ ഗുനിയയുടെ വ്യാപകമായിട്ടുള്ള പല തരംഗങ്ങളായിട്ട് ചിക്കൻ ഗുനിയ വന്നു. വേവ്സ് ഓഫ് ചിക്കൻ ഗുനിയ ഉണ്ടായി. അന്ന് UPA 1 മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അന്നത്തെ ക്യാബിനറ്റിന്റെ തന്നെ നിലപാടെന്ന് പറയുന്നത് ചിക്കൻ ഗുനിയ മനുഷ്യനെ കൊല്ലത്തില്ല എന്നാണ്. അന്ന് തന്നെ നമുക്കറിയാമായിരുന്നു, റേയൂണിയൻ ഐലൻഡിൽ നിന്ന് അതേ ജനിതക മെറ്റീരിയലുള്ള ചിക്കൻ ഗുനിയ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവിടെ 200 പേരോളം മരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലോ ഇന്ത്യയിലോ ആരും മരിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടും ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റും അവർ അപ്പോയിന്റ് ചെയ്ത എല്ലാ കമ്മിറ്റികളും പറഞ്ഞത് കേരളത്തിൽ ആരും മരിച്ചിട്ടില്ല എന്നാണ്. ചിക്കൻ ഗുനിയ വന്ന് മരിച്ചിട്ടുണ്ടെന്നുള്ള ഇന്ത്യ ഒരേ ഒരു റിപ്പോർട്ട് വൈദ്യശാസ്ത്ര റിപ്പോർട്ടല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ് അവിടുത്തെ സെമിത്തേരികളിൽ നിന്നും എടുത്ത റിപ്പോർട്ടാണ്. സെമിത്തേരികളിൽ നിന്ന് പഠിച്ച റിപ്പോർട്ടുകളിൽ ചിക്കൻ ഗുനിയയിൽ നിന്ന് 200ഓളം പേര് മരിച്ചെന്നും പിൽക്കാലത്ത് അത് സാധൂകരിക്കുകയും ചെയ്തു. ഇന്നും കേരള ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലുള്ളതിൽ ചിക്കൻ ഗുനിയ സസ്പെക്ടഡ് കേസസ് ഓഫ് ചിക്കൻ ഗുനിയ 7000, അതിന്റെ കൺഫേംഡ് കേസസ് 3000, അത്രേ ഉള്ളൂ. മരണമില്ല. അപ്പൊ മരണമില്ല എന്നുള്ളത് നമ്മുടെ ഒരു നിലപാടാണ്. അപ്പൊ ആ നിലപാടിനെ എതിർക്കാനായിട്ട് സർക്കാർ ജോലിയുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് സാധിക്കണം എന്നില്ല. പ്രത്യേകിച്ചും മന്ത്രിമാരും വളരെ ശക്തന്മാരുമായിട്ട് ആൾക്കാർ അതിനെതിരായിട്ടൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് പോവും. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം, ഇതൊരു ട്രസ്റ്റ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസ കമ്മി കാണിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇതേമാതിരിയാണ് താറാവിനെ കൊന്ന സംഭവം എടുത്തത്. നമുക്കിപ്പോൾ അറിയാം, കുട്ടനാട് താറാവുകൾക്ക് പക്ഷിപ്പനിയുടെ വൈറസ് ഉണ്ടായിരുന്നു. കുട്ടനാട് താറാവിന്റെ പക്ഷിപ്പനിയുടെ ജനറ്റിക് മെറ്റീരിയൽ കണ്ടെത്തി. പക്ഷെ ഇത് ഹ്യൂമൻ സ്പിൽ ഓവറിന് പറ്റിയ യോഗ്യമാണോ എന്നുള്ളതിന് നിശ്ചയമായിട്ടുള്ള തെളിവില്ല. ഉണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 ലക്ഷം പക്ഷികളെ കൊല്ലുന്നത്. പക്ഷെ 2 ലക്ഷം പക്ഷികളെ കൊല്ലുമ്പം അതിൽ 1.5 ലക്ഷം പക്ഷികളെ കൊന്നത് ഒരു തരത്തിലുള്ള മാസ്കും ഇല്ലാതെയാണ്. മാസ്ക് ഇട്ടുകൊണ്ടുള്ള ആൾക്കാർ മാറി നിൽക്കുകയും മാസ്ക് ഇല്ലാത്ത ആൾക്കാർ കൊല്ലുകയും ചെയ്തു. അത് പരസ്യമായിട്ട് TV വന്ന ചിത്രങ്ങളാണ്. എന്നിട്ട് അവിടെ പകർന്നില്ല. പക്ഷെ ഇക്കൊല്ലം വീണ്ടും കൊന്നു. അപ്പൊ അതിനെന്താണ് ന്യായീകരണം? അപ്പൊ ഇതൊക്കെ ശാസ്ത്രകാരന്മാർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ്, വിശ്വാസ കമ്മിയുടെ ഉദാഹരണങ്ങളായിട്ട് ഞാൻ കാണുന്നത്. ചൈനീസ് മുട്ടയെ പറ്റി പറഞ്ഞപ്പോഴും ശാസ്ത്രകാരന്മാര് ചൈനീസ് മുട്ടയൊന്നും അങ്ങനെ ഒരെണ്ണം ഇല്ല എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾക്ക് തെളിവില്ല എന്ന് മാത്രമേ പറയുള്ളൂ. നിങ്ങൾക്ക് തെളിവില്ലെങ്കിൽ വേറെ തെളിവുണ്ടെങ്കിലും അവരെന്താ പറയേണ്ടത്? ഇങ്ങനൊരു സാധനമില്ല എന്ന് പറയുന്നതിന് പകരം അവിടെ ഒരു വിശ്വാസ കമ്മി നിലനിർത്തി. ഇതൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നു. മറുപടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. പറഞ്ഞതിന് പ്രത്യേകിച്ച് ഒരു മറുപടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. സാറ് ഈ പറഞ്ഞതിന്റെ ഒരു വശം പറഞ്ഞതാണ്. ഒരു വിശ്വാസ കമ്മി അവിടെ നിലനിൽക്കുന്നു പൂർണ്ണമായിട്ട്. അതായത് സംശയലേശമന്യേ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ള നിലക്കാണ് സാർ അതിൽ പറഞ്ഞത്. ഈ ബയോ അക്യൂമുലേഷൻ്റെത് എൻഡോസൾഫാന്റെ ബയോ അക്യൂമുലേഷൻ ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ എവിടെയും തന്നെ ഇല്ല. ഉള്ളത് ഞാൻ പറഞ്ഞില്ല, ആർട്ടിക്കിലും അന്റാർട്ടിക്കിലുമാണ് വളരെ ചെറിയ തോതിൽ കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ ആ പഠനങ്ങളെ റെഫ്യൂട്ട് ചെയ്തിട്ടുള്ള പഠനങ്ങൾ വേറെ വന്നിട്ടുമുണ്ട്. പിന്നെ തേനീച്ചയിലായാലും ഇതൊരു കീടനാശിനി ആയതുകൊണ്ട് തേനീച്ചയുടെ ദേഹത്ത് തളിച്ചു കഴിഞ്ഞാൽ തേനീച്ച ചാവും. പക്ഷെ തളിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും അത് സേഫ് ആവും. പിന്നെ തേനീച്ച വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങളില്ല. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് അത് തേനീച്ചക്ക് സേഫ് എന്ന് പറഞ്ഞത്. പക്ഷെ കാസർഗോഡ് ഇപ്പം അംബികാസുധന്റെ നോവൽ എന്മകജയിലായാലും ബാക്കിയുള്ളതിലൊക്കെ കാസർഗോഡ് ഇത് തളിച്ചതിനെ കൊണ്ട് മുഴുവൻ തേനീച്ചകൾ അപ്രത്യക്ഷമായി എന്നുള്ള നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വാസ്തവം എന്താണ്? ഈ 1990കളിലാണ് തായ് സാഗ്ബ്രൂഡ് എന്ന് പറയുന്ന തേനീച്ചയെ ബാധിക്കുന്ന ഒരു രോഗം കേരളത്തിലെത്തുന്നത്. അത് തായ്ലൻഡിൽ നിന്ന് ജാവ, സുമാത്ര, അങ്ങനെ നോർത്ത് ഈസ്റ്റ് വഴി കയറി നോർത്ത് ഇന്ത്യയിലെത്തി സൗത്ത് ഇന്ത്യയിൽ നമ്മളെ കേരളത്തിലേക്ക് എത്തുമ്പോൾ 90കളിലാണ്. അപ്പോൾ 90കളിലോട്ട് കൂടിയിട്ടാണ് ഇവിടെ ഈ എൻഡോസൾഫാൻ പ്രശ്നവും വരുന്നത്. അപ്പോൾ തേനീച്ച അതുവരെ നന്നായിട്ട് തേനീച്ച കൃഷി ചെയ്ത ആൾക്കാരായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കേരളമായിരുന്നു തേനീച്ച കൃഷിയിൽ നമ്പർ 1 ആയിട്ടുണ്ടായിരുന്നത് 90കളിലൊക്കെ. അപ്പൊ ഈ സൂക്കേട് വന്നതിനോട് കൂടിയിട്ട് തേനീച്ച കൃഷി തകർന്നു കേരളത്തിൽ. കാരണം തായ് സാഗ്ബ്രൂഡാണ്. പക്ഷെ കാസർഗോഡ് അത് വായിച്ചത് എൻഡോസൾഫാൻ കൊണ്ടാണ് തേനീച്ച കൃഷി തകർന്നത് എന്നാണ്. അതുമാതിരി തന്നെ ഒരുപാട് നമ്മുടെ ഇതുണ്ട്. ഇപ്പൊ ഞാൻ ഈ
കർഷക ശാസ്ത്രജ്ഞ ഇന്ററാക്ഷന് പോയി കഴിഞ്ഞാൽ കൃഷിക്കാരെല്ലാം പറയും, സാർ മുരിക്ക് കംപ്ലീറ്റ് പോയി. 2010 പറയുന്നതാണ്. വയനാട്ടിലും എവിടെയൊക്കെ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ പറയും മുരിക്ക് കംപ്ലീറ്റ് പോയി സാർ. എന്താ കാര്യം? അതൊക്കെ ഞങ്ങൾക്കറിയാം. എന്താ, ടവർ വന്നു. ടവർ വന്നതിനോട് കൂടിയിട്ട് മുരിക്ക് കംപ്ലീറ്റ് പോയി. അപ്പോൾ എന്താ സംഗതി തായ്ലൻഡിൽ നിന്നും ഇവിടെ അബദ്ധവശാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ക്വാഡ്രാസ്റ്റിക്കസ് എരിത്രിനെ എന്ന് പറയുന്ന ഒരു പ്രാണി ഇവിടെ വ്യാപിച്ചാണ്. അങ്ങനത്തെ വിദേശ പൗരന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ട് ഭീകരത ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു പ്രാണി ഡോക്ടർ പ്രതാപനാണ് അതിന്റെ ലൈഫ് സൈക്കിളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് ആദ്യത്തെ പേപ്പർ വരുന്നത്. അപ്പോൾ ഈ പ്രാണി വ്യാപിച്ചിട്ടാണ് ഈ മുരിക്കിന് മുഴുവൻ ക്യാൻസർ മാതിരിയുള്ള വളർച്ച ഉണ്ടാവുകയും മുരിക്ക് മുഴുവൻ ഉണങ്ങി പോവുകയും ചെയ്യുന്നത്. അതേമാതിരി തന്നെ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഈസ് എ പാറ്റേൺ സീക്കിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയും. 2013-14 മീറ്റിങ്ങിന് പോയപ്പോൾ പറഞ്ഞു പപ്പായ ചെടിയിൽ പപ്പായയുടെ മുകളിലും ഒക്കെ നിറയെ വെളുത്ത ഒരു സാധനം വന്ന് നിറഞ്ഞിട്ടുണ്ട്, മഞ്ഞുമാതിരി വെളുത്ത ഒരു സാധനം. എന്നിട്ട് പപ്പായ അങ്ങ് പോവുകയാണ്. അപ്പോ ഞാൻ കൃഷിക്കാരോട് പറഞ്ഞു, എന്താ കാര്യം? എല്ലാം ഞങ്ങൾക്കറിയാം സാർ, ടവർ തന്നെ. ഈ പപ്പായ ഈ റേഡിയേഷൻ അധികം പിടിച്ചിട്ടാണ് ഇനി സൂക്കേട് വന്നിട്ട് പോകുന്നത്. അതുകൊണ്ട് പപ്പായ കഴിക്കാൻ വേണ്ടി പാടില്ല. കണ്ണൂർ പല സ്ഥലങ്ങളിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പപ്പായ മരങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് പോയി. ഓരോ വീട്ടിലുണ്ടായിരുന്ന പറമ്പുകളിലുണ്ടായിരുന്ന പപ്പായ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു അവര്. അപ്പൊ എന്താ കാര്യം? മെക്സിക്കോ എന്ന് വന്നിട്ടുള്ള ഒരു മീലി മൂട്ടയാണ്. ആ മീലി മൂട്ടയാണ്. കാരണം അതിനിടെ എതിർപ്രാണികളില്ലല്ലോ. അങ്ങനെ വരുന്ന പ്രാണികളെ ഭയങ്കരമായിട്ട് വർദ്ധിക്കും, നമ്മളെ തെങ്ങിന്റെ മണ്ടരി മാതിരി. അങ്ങനെ വർദ്ധിച്ചിട്ട് വ്യാപിച്ചിട്ടാണ് ഇത് വന്നത്. പക്ഷെ നമ്മുടെ ബ്രെയിൻ ഉടനെ ഒരു പാറ്റേൺ കണ്ടു, ടവർ വന്നു, പപ്പായ പോയി. ഇങ്ങനെ നമ്മൾ അപ്പോ എൻഡോസൾഫാൻ തളിച്ചു, രോഗങ്ങൾ ഉണ്ടായി. ഇങ്ങനെ പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഈ പാറ്റേണിനെ പരിശോധിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ചെയ്യാതിരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറിനോട് എനിക്ക് 2-3 ആദ്യം ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ആദ്യം ആവശ്യപ്പെടുകയാണ്. അതായത് എൻഡോസൾഫാൻ ഒരു കാസർഗോഡൻ കെട്ടുകഥയോ എന്നുള്ള ഒരു വിഷയത്തിന്റെ തലക്കെട്ട് കണ്ടപ്പോൾ തൊട്ട് നമ്മൾ പലർക്കും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സംശയം ഇതുവരെ അഡ്രസ് ചെയ്യപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ കുറവുണ്ട്, അല്ലെങ്കിൽ നടന്ന പല പഠനങ്ങളും ശാസ്ത്രീയമല്ല എന്നുള്ളത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. എൻഡോസൾഫാനെ ഒരു ബാൻ ചെയ്യേണ്ട കെമിക്കലാണെന്ന് സാറ് കരുതുന്നുണ്ടോ? അത് കൃത്യമായി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലാരിറ്റി ഉണ്ടായേനെ. അതോ കാസർഗോഡ് എൻഡോസൾഫാന്റെ ഒരു പ്രശ്നമില്ല, പക്ഷെ പല ദിക്കുകളിലും എൻഡോസൾഫാൻ കൊണ്ടുണ്ടായ പ്രശ്നമുണ്ട് എന്ന് കാണിക്കുന്ന പഠനങ്ങളെ പലതും റെഫ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് നിലനിൽക്കുന്ന എല്ലാ പഠനങ്ങളും തെറ്റാണ് എന്നൊരു കാഴ്ചപ്പാട് സാറിനുണ്ടോ എന്ന് ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ക്ലാരിറ്റി ഉണ്ടായേനെ. അതാണ് എന്റെ ആദ്യത്തെ ഇത്. പിന്നെ 2, സാറിന്റെ പേപ്പറിൽ ഞാൻ സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ നടന്ന തീരുമാനത്തിന്റെ ഫോക്കൽ പോയിന്റ് കാസർഗോഡാണ് എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. തുടക്കത്തിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഉണ്ടത്. അതായത് ഫോക്കൽ പോയിന്റ് ഇതൊരു വേൾഡ് ബാനിന് കാരണമായത് കാസർഗോഡിലെ പ്രശ്നമാണെന്ന്. ആ ഒരു അഭിപ്രായം സാറിന് ഇപ്പോഴും ഉണ്ടോ എന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളായിരുന്നു. കാരണം സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ എത്ര സ്ഥലത്ത് കാസർഗോഡിലെ പ്രശ്നം അവർ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിച്ചു എന്ന് സാറൊന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതായത് പിന്നെ പറഞ്ഞു കണ്ടത് ടെമ്പറേറ്റ് റീജിയനിൽ ബാൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളുണ്ട്. ഡീഗ്രേഡ് ചെയ്യാനുള്ള സമയം കുറവാണ് ടെമ്പറേറ്റ് റീജിയനുകളിൽ, അതുകൊണ്ട് അവിടെ ബാൻ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി സാറിന്റെ അവതരണത്തില്. അപ്പൊ അങ്ങനെയാണോ അത് ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് വന്ന പഠനങ്ങൾ സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു ഇതുണ്ടോ സാറിന് അഭിപ്രായമുണ്ടോ? അതായത് ഇക്വഡോർ, ലാറ്റിൻ അമേരിക്കൻ റീജിയൻ, കൊളംബിയ, അങ്ങനത്തെ റീജിയങ്ങൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് കൃത്യമായി രേഖപ്പെടുത്താവുന്ന രാജ്യങ്ങളിൽ നിന്ന് അവിടെ വർക്കേഴ്സിന്റെ ഇടയിൽ ഈ എൻഡോസൾഫാൻ വർക്കേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ എന്ന എപ്പിഡമോളജിക്കൽ സ്റ്റഡി എന്ന് കൃത്യമായി വിലയിരുത്താവുന്ന സ്റ്റഡികൾ പരിഗണിച്ചിട്ടില്ല. ഇന്ന് നിലവിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു വാദം സാറിനുണ്ടോ? എനിക്കിപ്പോ ഓരോന്നായിട്ട് എടുത്തു കാണിക്കാൻ പറ്റില്ല. സാർ റെഫ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. എല്ലാം റെഫ്യൂട്ട് ചെയ്യപ്പെട്ടതാണോ എന്ന് എനിക്ക് ചോദ്യമുണ്ട്. പിന്നെ 2,
വേറൊരു ചോദ്യം, സാറ് വേറെ എവിടെയും ഇന്ത്യയിൽ ഇത് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല? സാറ് പറയാത്താണോ എന്ന് എനിക്കറിയില്ല. ബെൽത്തങ്ങാടി പുത്തൂർ താലൂക്കിൽ ദക്ഷിൺ കന്നഡയില് കാസർഗോഡിന്റെ കൊക്കട എന്ന് പറയുന്ന വില്ലേജിലെല്ലാം കാസർഗോഡിന്റെ പ്രശ്നം വന്നതിന് ശേഷം അനദർ കാസർഗോഡ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് പല മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിന്റെ തന്നെ ഒരു ഡിബേറ്റ് ഇതിനു മുന്നേ നടന്നതാണ്. അപ്പൊ അതില് ഡോക്ടർ അഷീല് ചൂണ്ടിക്കാണിച്ച ഒരു ക്യാൻസർ ഇൻസിഡൻസിന്റെ ഒരു റിപ്പോർട്ടും അത് ഈ ദക്ഷിൺ കർണാടകയിൽ നടന്ന പഠനമാണ്. അപ്പൊ ഏരിയൽ സ്പ്രേ എന്നുള്ള ഒരു ഘടകം അതിലുണ്ട്. എൻഡോസൾഫാൻ തളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അല്ല, അതിനേക്കാളിലും പ്രശ്നമായിട്ട് കാണുന്നത് ഏരിയൽ സ്പ്രേ ആണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഈ കർണാടകയിലെ ഈ കാഷ്യൂ പ്ലാന്റേഷനിലെ ഏരിയൽ സ്പ്രേ നടന്നതാണ് 20 വർഷത്തോളം, അല്ലെങ്കിൽ അതെനിക്ക് കൃത്യമായി എത്രയാണെന്ന് അറിയില്ല, പക്ഷെ എന്നാൽ പോലും ഏരിയൽ സ്പ്രേ നടന്നതാണ്. ആ റീജിയനുകൾ ഈ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ്. 2000 ബാൻ ചെയ്തതാണ്. 2013 കേരളത്തിൽ ബാൻ ചെയ്യുന്നുള്ളൂ. ഹൈക്കോടതി ഇത് വരുന്നത് അപ്പോഴാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. പഞ്ചാബിൽ പല സ്റ്റഡീസ്, ഇതെല്ലാം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണ്ടോ എന്നുള്ള ആ ചോദ്യം ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ്. പിന്നെ വേറൊരു ചോദ്യം, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രശ്നം കഴിഞ്ഞ ഡിബേറ്റിൽ തന്നെ സാറിനോട് ചൂണ്ടിക്കാണിച്ചിരുന്ന സാർ, അത് എനിക്ക് ഇതുവരെ അതുപോലത്തെ പ്രശ്നം, അതായത് കാഷ്യൂ പ്ലാന്റേഷൻ തൊഴിലാളികളിൽ അവിടെ, അതായത് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് ഉപയോഗിക്കുന്നവർക്കും അതെടുത്ത് പെരുമാറുന്നവർക്കുമാണ്. അത് പിന്നെ ജനങ്ങളിലേക്ക് എത്തുന്നതിന്റെ തോത് കുറവായിരിക്കും. ഡയറക്റ്റായിട്ട് സ്കിൻ വഴിയും ഇൻഹേൽ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പ്ലാന്റേഷൻ തൊഴിലാളികൾക്കാണ്. അപ്പൊ അവരുടെ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അഷീൽ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം ഞാൻ ഓർക്കുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്ന് വ്യക്തമായ ഇതുണ്ടായിരുന്നു, ഈ മെഡിക്കൽ ക്യാമ്പിൽ പോകരുത്, പങ്കെടുക്കരുത്, അവരെ വിലക്കിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. അതിൽ പ്രതികരിച്ചു കണ്ടില്ല. അപ്പൊ അതിലൊന്ന് പ്രതികരിച്ചു, അതായത് ഈ പഠനത്തിൽ ഉൾപ്പെടുത്താത്ത ഒരു വലിയ ജനവിഭാഗം ഇതിനകത്ത് ഉണ്ടാകാമെന്ന സാധ്യത തള്ളിക്കളയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അപ്പോ പിന്നെ ഒരു ഇതും കൂടെ, ഈ ഹണി ബീസ് 2 ദിവസത്തിനകം തിരിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് എന്ത് പഠനമാണ് സാറിന് കാണിക്കാനുള്ളത്? അതായത് എൻഡോസൾഫാൻ അടിച്ച വീണ മേഖലകളിൽ പാമ്പുകൾ, ഹണിബി, അങ്ങനത്തെ മൈക്രോബയോട്ടേനെ അഫക്റ്റ് ചെയ്യുന്നത് 2 ദിവസം കൊണ്ട് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തുമെന്ന് കാണിക്കാൻ സാറിന് അഭിപ്രായം മാത്രമേ ഉള്ളൂ, അതോ പഠനം മുന്നിൽ വെക്കാനുണ്ടോ? അത് ശാസ്ത്രീയമായി തന്നെ പറയാനായിട്ട് പഠനം മുന്നിൽ വെക്കാനുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. ഒന്ന്, ബാൻ ചെയ്യണമോ എന്നുള്ളൊരു ചോദ്യമാണ്. ബാൻ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ശാസ്ത്രത്തിൽ എപ്പോഴും പഴയ മോളിക്യൂൾസ് തന്നെ തുടരണം എന്ന് എവിടെയും പറയുന്നില്ല. കൂടുതൽ സേഫ് ആൻഡ് പ്രത്യേകിച്ചും മനുഷ്യനും പരിസ്ഥിതിക്കും കൂടുതൽ സേഫ് ആയിട്ടുള്ള മോളിക്യൂൾസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ മോളിക്യൂൾസ്, അത് ഇംഗ്ലീഷ് മരുന്നായാലും ബാക്കിയുള്ളതായി കഴിഞ്ഞാലും നിരന്തരമായിട്ട് ഫേസ് ഔട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതൊരു നിരന്തരമായിട്ടുള്ള റിവ്യൂ, അവലോകനവും അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാനും അത് നടന്നുകൊണ്ടേയിരിക്കും. അത് ഈ ബാൻ മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാവണമെന്നില്ല. അല്ലാണ്ട് തന്നെ മെച്ചപ്പെട്ടത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ മോളിക്യൂളിനെ ഒഴിവാക്കും. അതൊരു നിരന്തര പ്രക്രിയയാണ്. അപ്പൊ ആ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഡോസൾഫാൻ ബാൻ ചെയ്യുന്നതിനെ കൊണ്ട് ഇന്ത്യയിലോ കേരളത്തിലെയോ കാർഷിക മേഖലയിൽ പ്രത്യാഘാതങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്, വന്നിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. രണ്ടാമത്തേത്, നിലവിലുള്ള എല്ലാ പഠനങ്ങളും തെറ്റാണോ എന്നാണ് ചോദിച്ചത്. ഞാൻ ഈ റെഫറൻസസിനെല്ലാം റെഫ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഇത് വെച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് കാസർഗോഡിന് പ്രസക്തമല്ല എന്നുള്ളതാണ് ഞാൻ അവിടെ റെഫ്യൂട്ടഡ് എന്ന് പറഞ്ഞത്. കാരണം കാസർഗോഡ് വായുമാർഗേണ 20 കൊല്ലം ആണ് തളിച്ചത്, ഒരു വർഷത്തിൽ 2 തവണ. അപ്പൊ 1.34 ലിറ്റർ ആണ് ഒരു വർഷം ഒരു ഹെക്ടറിൽ തളിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു സ്ഥലത്ത് വളരെ ചെറിയ തോതിൽ മാത്രമേ ടോക്സിൻ ലോഡ് വന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു ക്രോണിക് എക്സ്പോഷർ അതിന് പാരലൽ ആയിട്ടുള്ള സ്റ്റഡീസ്, അല്ലെങ്കിൽ അതുമാതിരിയുള്ള ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് കാണിക്കുന്ന പഠനങ്ങൾ എടുത്തിട്ടാണ് വെക്കേണ്ടത്. അതാണ് പ്രസക്തമായിട്ടുള്ള പഠനങ്ങൾ. അതിനു പകരം ഈ എലിക്ക് കൊടുത്തുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചറിൽ ചെയ്തിട്ടുള്ളതോ അങ്ങനെയുള്ള പഠനങ്ങൾ വെച്ചിട്ട് ഇത് പറയുന്നത് ശരിയല്ല, ന്യായീകരിക്കുന്നത് ശരിയല്ല. അതാണ് ചെയ്തിട്ടുള്ളത്. അതാണ് എനിക്ക് ആ റെഫറൻസിനെ കുറിച്ച് പറയാനുള്ളത്. പഠനങ്ങൾ ശരി തന്നെയാണ്, പക്ഷേ കാസർഗോഡിന്റെ സാഹചര്യത്തിന് പ്രസക്തമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
പിന്നെ മൂന്നാമത്തെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ കാസർഗോഡ് പ്രശ്നം കാണിച്ചിട്ടുണ്ടോ? നമുക്കറിയാം. പിന്നെ സ്റ്റോക്ക്ഹോമിൽ അവിടെ മീറ്റിംഗ് നടക്കുമ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാര സമരം നടത്തിയതും പിന്നെ അത് ഡയറക്റ്റായിട്ട് റിലേ ചെയ്തതും ഒക്കെ ചെയ്തത് നമുക്കറിയാം. വലിയൊരു ഒരു പ്രഷർ ടാക്ടിക്കായിട്ട് ഈ ഒരു പ്രശ്നത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ബാൻ ചെയ്യുന്നത് ട്രോപ്പിക്കൽ കണ്ടീഷനിൽ, പിന്നെ ട്രോപ്പിക്കൽ കണ്ടീഷനിൽ നിന്നുള്ള പഠനങ്ങൾ ഉണ്ടോ ഇത് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഐവാൻ കെന്നഡിയുടെ പഠനമാണ് ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേപ്പേഴ്സ് പറയുന്നത് ട്രോപ്പിക്കൽ കണ്ടീഷനിൽ എവിടെയും തന്നെ ഇത് ഒരു ബയോ അക്യൂമുലേഷൻ അല്ലെങ്കിൽ ബയോ കോൺസെൻട്രേഷന് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ടിനും തന്നെ എതിർക്കുന്ന പഠനങ്ങൾ വേറെ ഉണ്ട് താൻ. അതാണ് അദ്ദേഹത്തിന്റെ പേപ്പേഴ്സിൽ പറയുന്നത്. പിന്നെ കർണാടകയിൽ പിന്നെ കാസർഗോഡിന്റെ ഈ എൻഡോസൾഫാൻ പ്രശ്നങ്ങളുള്ള മേഖലകളൊക്കെ കർണാടകവുമായിട്ട് അടുത്തുള്ള മേഖലകളാണ്. ആ ഗ്രാമങ്ങളെല്ലാം തന്നെ പൊതുവെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിലൊക്കെ ന്യൂട്രീഷണലി കുറച്ച് പൂവറായിട്ടുള്ള ഗ്രാമങ്ങളാണ്, വേണ്ട പോഷക ദാരിദ്ര്യം അവരനുഭവിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇതുമാതിരിയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഞാനത് പറയാൻ യോഗ്യതയില്ലാത്ത ആളാണ്, പക്ഷെ അവരുടെ ഒരു അഭിപ്രായം അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. കാസർഗോഡ് ജില്ലയിലെ ഇത് നമ്മൾ ശരിക്കും കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ അധികമായിട്ടൊന്നും കാണാനില്ല. പിന്നെ പഞ്ചാബിലെ പഠനം, പഞ്ചാബില് നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഡൗൺ ടു എർത്തും ബാക്കിയുള്ള മാഗസിനുകളൊക്കെ എന്തൊരു ഭീകരമായിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടാക്കിയെന്നറിയോ? ദ റെസിഡ്യൂ ഓഫ് എ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഡൗൺ ടു എർത്ത് ഗംഭീരമായിട്ടുള്ള ആർട്ടിക്കിൾ എഴുതി. അതായത് രാത്രി 9:20 ബിക്കാനീറിൽ നിന്ന് പോകുന്ന ആ ട്രെയിനിൽ നിറയെ ക്യാൻസർ രോഗികളാണ്. പിന്നെ പഞ്ചാബിൽ നിന്ന് പുറപ്പെടുന്ന ആ ട്രെയിൻ ബിക്കാനീറിലേക്കാണ് പോകുന്നത്, നിറയെ ക്യാൻസർ രോഗികളാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടുന്ന രീതിയിലാണ് പിന്നെ പഞ്ചാബിൽ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് ഉണ്ടാക്കി ഡൗൺ ടു എർത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട് പേടിച്ച് പഞ്ചാബ് ഗവൺമെന്റ് 5 ലക്ഷം പേർ ഉൾപ്പെടുന്ന 5 ലക്ഷം ഫാമിലീസ് ഉൾപ്പെടുന്ന വിശദമായിട്ടുള്ളൊരു പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യൻ ശരാശരിക്കും താഴെയായിട്ടാണ് പഞ്ചാബിൽ ക്യാൻസർ കണ്ടിട്ടുള്ളത്. അപ്പോ പിന്നെ ഇത് ചെറിയ തോതിൽ ക്യാൻസർ കണ്ട് ഒരു ട്രെയിനിൽ കുറച്ച് ക്യാൻസർ രോഗികൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രൊജക്ട് ചെയ്യാണ്. ഇത് പണ്ട് പിന്നെ അല്ലെങ്കിൽ അടുത്ത കാലത്ത് പരുത്തി കൃഷിയിലും മറ്റേ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ക്യാൻസർ ട്രെയിനിങ്ങിനെ പോകുന്നത് എന്നുള്ള നിലക്കാണ് ഇത് പൊലിപ്പിച്ചെടുക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള റിലേഷൻ ഉണ്ടാക്കിയെന്ന്, ടവറും മറ്റേതുമാതിരിയുള്ള രീതിയിൽ റിലേഷൻ ഉണ്ടാക്കിയെന്ന്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിൽ ഇന്ത്യയിലെ സ്വാഭാവികമായിട്ടുള്ള നിലക്കുള്ള ക്യാൻസർ ഇൻസിഡൻസ് മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ കയ്യിൽ ഡാറ്റയുണ്ട്, അതിന്റെ പഠനങ്ങളൊക്കെയുണ്ട്. അപ്പൊ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത്. താല്പര്യങ്ങളുണ്ട് അതിന്. പിന്നെ PCK തൊഴിലാളികളുടെ ഇടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠനം നടത്തിയിട്ടില്ല. ഇത് എത്ര മുമ്പേ പറഞ്ഞിട്ടില്ലെന്നറിയോ? അവിടെ റിട്ടയർ ചെയ്തിട്ടുള്ളതും ഇപ്പോഴും നിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്, മണ്ണാർക്കാടുണ്ട്. അപ്പൊ അവരെ എല്ലാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഒരു കൺട്രോൾ ഗ്രൂപ്പ് വേറെയും വെച്ചുകൊണ്ട് സുഖമായിട്ടൊരു പഠനം നടത്താവുന്നതേ ഉള്ളൂ. കാരണം എത്രയോ വർഷം എൻഡോസൾഫാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവര്. അവരുടെ ഇടയിൽ പിന്നെ അവർ തന്നെ തൊഴിലാളി സംഘടനകൾ പറയുന്നത് ഞങ്ങളുടെ ഇടയിൽ അധികമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. പക്ഷെ പഠനം ഒന്നുമേ നടത്തിയിട്ടില്ല. അതുകൊണ്ട് വസ്തുതകളെ കുറിച്ച് നമുക്കറിയില്ല. പിന്നെ ഹണിബീന്റെ റെസിഡ്യൂ ടോക്സിറ്റി, നിങ്ങൾ ഇപ്പം എൻ്റെ കയ്യിൽ റെഫറൻസ് ഇല്ല. റെസിഡ്യൂ ടോക്സിറ്റി അതായത് തളിച്ചു കഴിഞ്ഞ ഒരു 3 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റെസിഡ്യൂ ഇലപ്പരപ്പിലുള്ള റെസിഡ്യൂവിന്റെ മുകളിൽ ഹണിബീസ് വന്നിരുന്നു കഴിഞ്ഞാൽ ടോക്സിസിറ്റി വരില്ല എന്നുള്ളതിന്റെ പഠനങ്ങളുണ്ട്. തേനീച്ചക്ക് മാത്രമല്ല ഈ പരാതങ്ങൾക്ക് പാരസൈറ്റ്സിനും വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള പഠനങ്ങളുണ്ട്. അത് എനിക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്കോപ്പസിലോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള പിന്നെ സൈറ്റ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടാവുന്നതേ ഉള്ളൂ. പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്, വിട്ടുപോയിട്ടില്ലാന്ന് തോന്നുന്നു. ഡോക്ടർ ശിവകുമാർ, ഏതായാലും ഈ പ്രശ്നത്തിനെ തുടർന്നാണ് കേരളത്തിലെ ആദ്യ ജില്ല എന്നുള്ള രീതിയിൽ കാസർഗോഡ് ജില്ല ജൈവ ജില്ലയായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചു. 5-6 വർഷമായി. സ്വാഭാവികമായിട്ടും ഈ 5-6 വർഷങ്ങൾക്ക് ശേഷം നേരത്തെ ഉണ്ടായി എന്ന് പറയുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നതായിട്ടുള്ള ഡേറ്റ ഉണ്ടോ? ഈ കേരളം മുഴുവൻ പ്രത്യേകിച്ച് കാസർഗോഡും പിന്നെ ഓർഗാനിക് ജില്ലയാവുന്നതിന് കാരണം തന്നെ ഇതാണ്. ഈ ഒരു കാരണം പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളതെല്ലാം റിയാക്ഷനും വരുന്നത് തന്നെ. അപ്പോൾ പിന്നെ ജൈവ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ 2013 പ്രഖ്യാപനം നടന്നത്. 2011 13 തോന്നുന്നു. അപ്പോൾ അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിന്റെ പഠനങ്ങളൊന്നും ലഭ്യമല്ല സാർ.
ഒന്നുമേ ലഭ്യമല്ല. കാരണം അങ്ങനെയൊന്നും പരിശോധിക്കുന്നില്ല. ഈ അതിനുശേഷം കാരണം ഡോർ ടു ഡോർ സർവേ വേണ്ടേ, അതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിനുശേഷം ഈ 2015 ഡിസബിലിറ്റി സർവേ അതിന് ശേഷം വന്നിട്ടുള്ളതാണ്. 2011 സെൻസസ് ആ സമയത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള കമ്പാരിസൺ മാത്രമേ സാധ്യമാവുള്ളൂ. അല്ലാണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊന്നും ലഭ്യമല്ല. അത് പിന്നെ ഒരുപാട് പരിമിതികൾ അതിനുണ്ട് അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നതിന് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി ഒരുപാട് കുതിക്കുന്നു. പിന്നെ അതുമാതിരി തന്നെ ഈ എല്ലാവിധ സൗകര്യങ്ങളും ഇതിന്റെ മെഡിസിന്റെ എല്ലാവിധ സൗകര്യങ്ങളും സ്കാനിങ്ങും എല്ലാം കൂടി വന്നില്ലേ. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് വ്യാപകമായിട്ടുണ്ടാവാം. അപ്പൊ അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പഠനം നടത്തണമെങ്കിൽ വലിയ പ്രയാസം അതിലുണ്ട്. സാറേ, ഈ എൻഡോസൾഫാൻ ശരിക്കും എങ്ങനെയാണ് ജനങ്ങളിൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ആരും ഇതുവരെയും പഠനം നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ ഇത് മനസ്സിലാക്കിയ ഉടനെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർ ഫിലിമും ഒക്കെ പിടിച്ച് ഡൽഹിയിൽ വന്ന് ശരത് പവാറിനെ കാണാൻ വന്നു. അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് 6 മാസം വെള്ളമുള്ളിടത്ത് തളിക്കരുതെന്ന്. അതായത് കാസർഗോഡായാലും മാംഗ്ലൂരായാലും വെള്ളം കൃഷിസ്ഥലവും ഒരിടമാണ്. അതായത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും അല്ലെ ദൂരെ മാത്രമാണ് കൃഷിസ്ഥലം വേറെ, തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നിടം. അപ്പൊ ഇത് അന്ന് തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. അക്കാര്യത്തിൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത്. അന്നേരം നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും വർക്കിംഗ് ക്ലാസും പറയുന്നത് 200 പേര് തൊഴിലാളികൾ, ക്യാൻറ്റീൻ തൊഴിലാളികൾ, അവരുടെ ജോലിയാണ് പോകാതിരിക്കാനാണ്, അത് സംരക്ഷണമായിരുന്നു നിങ്ങളെപ്പോലുള്ള സയന്റിസ്റ്റുകളുടെ റെക്കമെൻഡേഷനിൽ അവർ പിടിച്ചു നിർത്തിയത്. ഇന്നും ഇപ്പൊ HIL 2 പേര് മരിച്ചല്ലോ, എന്നിട്ടും ആക്ഷൻസ് ഒന്നുമില്ല. എന്നിട്ട് അതില് ആക്ഷൻസ് ഒന്നുമില്ല HIL-ന്റെ. പിന്നെ യൂറിയ, സ്വാമിനാഥന്റെ ഗ്രീൻ റവല്യൂഷനിലെ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയതാണ് യൂറിയ കൊണ്ടുവന്നത്. ഇന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഡൗൺ ടു എർത്ത് പ്രൊജക്റ്റഡ് സ്റ്റോറി ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. യു ആർ ദി അനലൈസേഴ്സ്. അതായത് യൂറിയ കൊണ്ട് ഇപ്പൊ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഭൂമി വരണ്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക. അതായത് അവിടുത്തെ അഗ്രികൾച്ചർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് അവിടുത്തെ പഞ്ചാബിന്റെ പ്രശ്നം. ശരിക്കുള്ള പ്രശ്നമാണത്. അവരുടെ അഗ്രികൾച്ചർ ഇസ് ദി കൾച്ചർ ഓഫ് പഞ്ചാബ്. അപ്പൊ ആ കൾച്ചർ പോലും നമ്മുടെ MS സ്വാമിനാഥന്റെ ഗ്രീൻ റവല്യൂഷന്റെ ഇമ്പാക്ട് ഉണ്ടാക്കിയ യൂറിയ എന്ന കെമിക്കല് പ്രശ്നം ഉണ്ടാക്കിയെന്നാ പറയുന്നത്. അപ്പൊ അതിന് നല്ല സ്റ്റഡിയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പം ഈ ആന്റിനയുടെ കാര്യം പറഞ്ഞു ഞങ്ങള് ഡൗൺ ടു എർത്തും അതുകൊണ്ട് സയന്റിസ്റ്റിന്റെ അടുത്തൊന്നും പോണ്ട. ഇരിക്കുന്ന ആന്റിന ഡെൻസൈൽ പ്ലേസിലാണ് വെക്കുന്നത്. 20 വാട്ട് റേഡിയേഷനാണ്. അങ്ങനെ 10ഉം 25ഉം ആന്റിനയാണ് ഒരു ആന്റിന ടവറിൽ വെക്കുന്നത്. അല്ലാതെ നിങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുന്ന അങ്ങോട്ട് മൊബൈൽ റിസീവർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരുത്തർക്കും ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ ഡെൻസൈൽ പ്ലസിൽ ന്യൂക്ലിയർ റേഡിയേഷൻ വരുന്നത് ക്യാൻസർ വരത്തിൽ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഓറൽ ക്യാൻസർ മാത്രമേ കേരളത്തിൽ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളൂ. അത് ജനറ്റിക് ആവാം, അല്ല ബീഡി വലിച്ചുകൊണ്ടൊന്നുമല്ല. KG ബാലകൃഷ്ണനും ഇവിടുത്തെ ഡോക്ടേഴ്സും അവർക്ക് പണി ഒപ്പിക്കാൻ വേണ്ടി ദിനേശ് ബീഡി ബാൻ ചെയ്തു. ഇപ്പൊ ദിനേശ് ഫുഡാണ്, അല്ലെങ്കിൽ റബ്ബർ പ്രോഡക്ട്സ് ആണ്. ചോദ്യം എന്താണ്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ സയന്റിസ്റ്റുകളെയോ പൊളിറ്റീഷ്യനെയോ അല്ല ഇത് ചെയ്യേണ്ടത്. റിയൽ പ്രോബ്ലം അനലൈസ് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അന്നേരം അത് ബാൻ ചെയ്യണമായിരുന്നു. കേരളത്തിൽ ബാൻ ചെയ്ത് ഉമ്മൻചാണ്ടി അത് ബാൻ ചെയ്തില്ലേ? കൂടുതൽ എന്ന് വെച്ചാൽ ശരത് പവാറൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലെന്നാണ്. അല്ലെ കെയർ ഗൗരിയമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനറ്റിക് പ്രോബ്ലം ആണെന്നാണ്. ഇതിന് ആ സമയത്ത് തന്നെ ഡിസിഷൻ വന്നത് ഒരു ഫാസ്റ്റായിട്ട് റിയൽ പ്രോബ്ലം അഡ്രസ് ചെയ്യുന്ന എന്റെ സംസാരം മുഴുവൻ കേട്ടിരുന്നു തുടക്കം മുതലേ. ഞാനിപ്പം ലേറ്റായി വന്നതുകൊണ്ട് നിങ്ങളുടെ പ്രസന്റേഷൻ കണ്ടില്ല. പക്ഷെ നിങ്ങളുടെ ആൻസർ അതൊന്ന് കാണണമായിരുന്നു. നിങ്ങളുടെ ആൻസറിൽ നിന്ന് ഒന്ന് മനസ്സിലായി. അതായത് റിയൽ പ്രോബ്ലം അഡ്രസ് ചെയ്യുമ്പം
അല്ല, അത് മുഴുവൻ കേൾക്കാത്തതുകൊണ്ടാണ് സാറിന് അങ്ങനെ തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഇവിടെ കാസർഗോഡ് അധികമായിട്ട് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സാർ, എനിക്ക് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഓസ്ട്രേലിയ ബാൻ ചെയ്തത് ഇത് വാട്ടർ കണ്ടാമിനേഷൻ വന്നിട്ടാണെന്ന് പറഞ്ഞു. അമേരിക്ക ബാൻ ചെയ്തത് വാട്ടർ കണ്ടാമിനേഷനും ബയോളജിക്കൽ മാഗ്നിഫിക്കേഷനും കൊണ്ട്. 2 കാരണങ്ങളാണ്. ഇത് 2 കാരണങ്ങൾ താങ്കൾ പറഞ്ഞു. പക്ഷെ താങ്കളുടെ സ്റ്റഡിയിൽ വാട്ടർ കണ്ടാമിനേഷൻ കണ്ടെത്താത്തത് കൊണ്ട് അതങ്ങനെ ഉണ്ടാവില്ല എന്ന് താങ്കൾ പറഞ്ഞു. മണ്ണുമായിട്ട് ഇത് ചേർന്ന് കഴിയുമ്പോൾ വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാവും. അതെനിക്ക് പറഞ്ഞു. അത് തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, താങ്കളുടെ പ്രസന്റേഷനിൽ പറഞ്ഞത് ഈ തവളകളെ പോലെയുള്ള ജീവികളിൽ അത് ചത്തുപോകുന്ന ലിമിറ്റിനേക്കാൾ എക്സീഡ് ചെയ്ത് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആരോ ഒരു റിപ്പോർട്ട് താങ്കൾ കാണിച്ചു, തവളയിലെ അതിന്റെ മാക്സിമം, അതായത് അത് ചത്തുപോകുന്ന ലിമിറ്റിന് മേളില് കണ്ടെത്തിയതായിട്ട് ആരോ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതെന്തുകൊണ്ടൊരു അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും സ്റ്റഡി നടന്നിട്ടുണ്ടോ ഇതില് കേരളത്തില്? പിന്നെ വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് സാറ് പറഞ്ഞത് ഏതെങ്കിലും സാറ് ചെയ്ത സ്റ്റഡി അല്ലാണ്ട് മറ്റേതെങ്കിലും സ്റ്റഡി ഉണ്ടോ? ഏത് പെസ്റ്റിസൈഡ് ആണെങ്കിലും അവസാനം ഇത് വാട്ടർ ബോഡീസിൽ എത്തിച്ചേരും എന്നുള്ളതാണ് അതിന്റെ തിയറി. ബാക്കിയുള്ള എല്ലാ സ്റ്റഡികളിലും. പക്ഷെ അത് ഈ 2 കാര്യങ്ങളും പറഞ്ഞത് വളരെ ദുരൂഹമായി എനിക്ക് തോന്നുന്നു. മൂന്നാമത് എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട്. താങ്കൾ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന്റെ കൺസൾട്ടന്റ് ആണോ? ഇതുകൂടെ ഒന്ന് വ്യക്തമാക്കണമെന്നുണ്ട്. ഒന്ന്, പിന്നെ വെള്ളത്തിൽ വാട്ടർ ബോഡീസിൽ ഇത് എത്താൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് ഒരു സംശയമുള്ളത്. കാരണം ഇത് പിന്നെ കാസർഗോഡ് കശുമാവും തോട്ടങ്ങൾ ഉള്ളത് ഇടനാടൻ ചെങ്കൽ കുന്നുകളിലാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ വരുന്നത് രാജപുരം എസ്റ്റേറ്റ് ആണ്. രാജപുരം എസ്റ്റേറ്റ് ഹൈ ഹിൽസ് അല്ലെങ്കിൽ ഫൂട്ട് ഹിൽസ് എന്ന് പറയുന്ന മേഖലയിലാണ്. ഈ 2 സ്ഥലങ്ങളിലാണ് വ്യാപകമായിട്ടുള്ള പ്ലാന്റേഷൻസ് ഉള്ളത്. ഇവിടെയൊക്കെ തന്നെ പിന്നെ ഏകദേശം നവംബർ മാസത്തോടു കൂടിയിട്ട് കൊല്ലികൾ, അതായത് മുകളിലൊക്കെ ചെങ്കൽപ്പാറകളാണ്, അവിടുന്ന് ഉത്ഭവിക്കുന്ന കൊല്ലികളാണ്. മഴ നിന്നിട്ട് 1 മാസം കഴിയുമ്പോഴേക്കും ഈ കൊല്ലികളൊക്കെ വറ്റി ഉണങ്ങും. ഞാൻ ആ ഭാഗത്ത് വരുന്ന ഒരാളെ എനിക്കറിയാം. അപൂർവം ചില കൊല്ലികളിൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊതുവെ ജലാശയങ്ങളില്ല, കുന്നിന്റെ മുകളിലാണ് കശുമാവും തോട്ടങ്ങൾ ഉള്ളത്. അപ്പോൾ പിന്നെ അതുമാതിരിയുള്ള സ്ഥലങ്ങളിലായതുകൊണ്ട് ജലത്തിലേക്ക് നേരിട്ട് തളിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം കൊല്ലികളിലൊന്നും ഇതിലൊന്നും വീഴാനുള്ള സാധ്യതയില്ല. രണ്ടാമത്തേത് കിണറുകളാണ്. അവനവന്റെ കിണറുകളാണുള്ളത്. ഈ കിണറുകൾ മൂടാൻ വേണ്ടി ഓല കൊടുത്തിട്ടുണ്ട്. ഇനി ഹെലികോപ്റ്ററിൽ തളിച്ചു പോകുമ്പോൾ കിണറിലേക്ക് വീഴാൻ സാധ്യതയുള്ളത് വളരെ കുറച്ച് കീടനാശിനി മാത്രമേ ഉള്ളൂ. കാരണം ആറ്റമോയ്സ് ചെയ്ത കീടനാശിനിയാണ്. പിന്നെ വളരെ വളരെ നേർത്ത ഡ്രോപ്ലെറ്റ്സ് ആണ് ഉണ്ടാവുക. അതൊരു കിണർ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കിണറിൽ പിന്നെ എത്ര പയ്യാർ സ്ക്വയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര ലിറ്റർ വരും? അതിലേക്ക് ഈ ഒരല്പം കീടനാശിനി എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന് ബാധിക്കുന്ന ലെവലിലേക്കൊന്നും അത് വരാനുള്ള സാധ്യതയില്ല. വെള്ളത്തിൽ വീണാലും മനുഷ്യന്റെ സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും 1 മാസത്തിനുള്ളിൽ തന്നെ അത് വിഘടിച്ച് പോകുമെന്നാണ് ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ വിഘടിച്ച് പോകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇഷ്ടംപോലെ അതിന്റെ റെസിഡ്യൂ സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, വെള്ളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് മനുഷ്യനിലേക്ക് എത്തുക. ഇവിടെ വെള്ളത്തിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. മണ്ണിൽ വീണാൽ മണ്ണിൽ അബ്സോർബ് ചെയ്യും. പിന്നെ അത് അക്വസ് ഫേസിലേക്ക് വെള്ളത്തിലേക്ക് പിന്നെ അത് മഴ മൂലം ഇത് ഒലിച്ച് വെള്ളത്തിലേക്ക് പോയാൽ തന്നെയും ആ പിടിച്ച് ക്ലേ പാർട്ടിക്കിൾസിനോട് അഡ്ഹിയർ ചെയ്ത് നിൽക്കാനാണ് സാധ്യത കൂടുതൽ. അക്വസ് ഫേസിലേക്ക് സാധ്യത വരാൻ കുറവാണ്. അപ്പൊ ചെറിയ പിന്നെ കാരണം കശുമാവും തോട്ടങ്ങളിൽ ഉഴുതിടാറില്ല. മുഴുവൻ പുല്ല് കയറിയിട്ടുണ്ടാവും. ഉണങ്ങിയ ഇലകളുടെ ഒരു മാറ്റ്, ഒരു പരപ്പുണ്ടാവും. അതിന്റെ മുകളിലേക്കാണ് ഇത് വീഴുന്നത്. അപ്പൊ മണ്ണൊലിച്ചിട്ടും എത്താനുള്ള സാധ്യത കുറവാണ്. നല്ല ഹിൽസാണ്, എന്നാൽ പോലും സാധ്യത കുറവാണ്. അത് എത്തുന്നത് തന്നെ പിന്നെ വരുന്നത് എന്താണ്, 1-2 വേനൽ മഴ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ജൂണിൽ കാലവർഷം തുടങ്ങിയില്ലേ. ഈ കാലവർഷത്തിൽ ഇതൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോവുകയുള്ളൂ. കാലവർഷം വന്നാൽ പിന്നെ നമ്മൾ കൊല്ലിയിലെ വെള്ളമൊന്നും അല്ലല്ലോ കുടിക്കാനെടുക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ വരാനുള്ള ജനതയിലേക്ക് ഇത് വരണമെങ്കിൽ വെള്ളത്തിലെ കൂടിയാണ് എത്തുക. അങ്ങനെ വരാനുള്ള സാധ്യത തുലോം വിരളമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പർവ്വത പ്രദേശങ്ങളിലെ കുന്നിൻ മേളിൽ നടന്ന സ്റ്റഡി എന്നുള്ള രീതിക്ക് ഓക്കെ. പക്ഷെ വാട്ടർ ബോഡീസിൽ എന്തെങ്കിലും സ്റ്റഡി നടന്നിട്ടുണ്ടോ? വാട്ടർ ബോഡീസ് പൊള്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫുഡ് ചെയിനിൽ വരികയും അത് ഓരോ ട്രോപ്പിക് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരാനുമാണ് സാധ്യത. ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ ബയോ മാഗ്നിഫിക്കേഷന്റെ പഠനങ്ങളില്ല. പഠനങ്ങളില്ല എന്നല്ല, പഠനങ്ങൾ കാണിക്കുന്നത് ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ ബയോ മാഗ്നിഫിക്കേഷൻ ഇല്ല എന്നാണ്. പിന്നെ ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ മത്സ്യത്തിനെ എൻഡോസൾഫാൻ കലർന്ന വെള്ളത്തിൽ പിടിച്ചിട്ടു. അപ്പൊ അത് അതിന്റെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ നല്ല വെള്ളത്തിലിട്ടു.
അപ്പൊ ആ അക്യുമുലേറ്റ് ചെയ്തതെല്ലാം പോയി. അപ്പൊ സ്ഥിരമായിട്ട് എൻഡോസൾഫാൻ കലർന്ന വെള്ളത്തിൽ തന്നെ മത്സ്യം നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ശരീരത്തിലേക്ക് പിന്നെ കൂടി വരുന്നുണ്ട്. പക്ഷെ പിന്നെ നല്ല വെള്ളത്തിലേക്ക് വരുമ്പോൾ അത് മുഴുവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പഠനങ്ങളുണ്ട്. ബയോ അക്യുമുലേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപൂർവമായിട്ട് 1-2 പഠനങ്ങളേ ഉള്ളൂ. അല്ല, DDP നടന്നതായിട്ടുള്ള പഠനങ്ങളിൽ ബയോ മാഗ്നിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട്. പക്ഷെ ഇത് SO ഡബിൾ ബോണ്ട് ഉള്ളതാണ്. സൾഫർ SO ഡബിൾ ബോണ്ട് വരുമ്പം അവിടെ ബ്രേക്ക് ചെയ്യും, ഡയോൾ ആവും. ഡയോൾ ആകുമ്പം പിന്നെ മൂത്രത്തിലേക്കൂടെയും ഇതിലേക്കൂടെയൊക്കെ പോകും. വാട്ടർ ബോഡീസിലും ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ വളരെ വളരെ എന്താ പറയണ്ടത്, കുറച്ച് മാത്രമേ തളിച്ചിട്ടുള്ളൂ. അത് ബയോമാഗ്നിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒന്നും ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതല്ല. കാരണം ഞാൻ പറയാം, പിന്നെ സ്പെയിനിലെ കൊയാംബ്ര യൂണിവേഴ്സിറ്റിയിൽ, പോർച്ചുഗലിലെ കൊയാംബ്ര യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഇത് ബിരുദ വിദ്യാർത്ഥികളുടെ ഇടയിൽ ബ്ലഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ ബ്ലഡിൽ എൻഡോസൾഫാൻ കണ്ടെത്തി. പക്ഷെ അവർക്ക് ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല. ആഫ്രിക്കയിലെ കൊക്കോ ഫാർമേഴ്സിന്റെ ഇടയിൽ ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എൻഡോസൾഫാൻ കണ്ടെത്തി. വളരെ നേർത്ത അളവില്. നിങ്ങൾ എൻവയോൺമെന്റിലുള്ളത് ബ്ലഡിലും വരും. അപ്പൊ അതിൽ പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതുമാതിരി തന്നെ പിന്നെ ഇവിടെ സ്പെയിനില് പോളി ഹൗസ് ഫാർമേഴ്സിന്റെ ഇടയിൽ, തൊഴിലാളികളുടെ ഇടയിൽ, പോളി ഹൗസ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, അതിലുള്ള ആൾക്കാരുടെ ഇടയിൽ ബ്ലഡിലും അംബിലിക്കൽ കോഡിലും ഈ എൻഡോസൾഫാൻ കണ്ടെത്തി. അതുകൊണ്ടാണ് അമേരിക്ക നിരോധിച്ചതിന്റെ ഒരു കാരണം വന്നത്. പക്ഷെ അവിടെ പോലും ഒരു ജനതയിൽ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നില്ല. അത് ആ തോതിൽ മാത്രമേ, വളരെ ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഒരു ചെറിയ കാരണം പറയുന്നത്, അല്ല ഒരു കോസെങ്കിലും പറയുന്നത് ക്രിപ്റ്റോർക്കിഡിസമാണ്. അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തൂങ്ങില്ല, അത് അകത്ത് തന്നെ നിൽക്കും. അത് ഓപ്പറേറ്റ് ചെയ്ത് അത് ആക്കും. അപ്പൊ ഓലിയയുടെ ഒരു പേപ്പർ പറയുന്നത് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് മാത്രമാണ്. വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ബ്ലഡ് ഉണ്ടെങ്കിൽ കൂടിയും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടില്ല. അല്ല, ക്രിപ്റ്റോർക്കിഡിസം തന്നെ ഒരു ആരോഗ്യ പ്രശ്നമാണ്. ക്രിപ്റ്റോർക്കിഡിസം ഒരു ആരോഗ്യ പ്രശ്നമാണ്. മനുഷ്യനെ സംബന്ധിച്ച് അതൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. താങ്കൾ പറഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കാമെന്നൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അതുകൊണ്ട് എങ്കിലും എനിക്ക് ഇതറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ട്രോപ്പിക്കൽ കൺട്രീസിലെ ബയോ മാഗ്നിഫിക്കേഷൻ ഇല്ല എന്നുള്ള സ്റ്റഡിയുടെ പേപ്പർ ഒന്ന് കിട്ടാമെങ്കിൽ വളരെ ഒരു ചെറിയൊരു ചോദ്യം സാറ്, ഞാൻ എന്റെ നേരത്തെ ചോദ്യത്തിൽ സാറ് പറയാതെ വിട്ടുപോയ ഞാൻ ഓർത്ത്, ഡോക്ടർ അഷീലിന്റെ ഡിബേറ്റിൽ ഡോക്ടർ അഷീൽ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുട്ടികളുടെ ബോൺ മാരോയില് എൻഡോസൾഫാൻ അക്യുമുലേഷന് സാധ്യതയുണ്ടെന്നും ആ പഠനം പറയുന്നത് 7.5 OD ഫാക്ടർ സംതിങ് 7.5 ടൈംസ് ആ പർട്ടിക്കുലർ ക്യാൻസറിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു പഠനം ഇന്ത്യ pediatrics.net അവൈലബിൾ ആണ്. അപ്പോ ആ പഠനത്തിനെ സാർ അഡ്രസ് ചെയ്ത് കണ്ടില്ല. ആ പഠനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത്തരം ഒരു പഠനം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പഠനം നടക്കുന്നത്. അപ്പോ ഞാൻ EPA തന്നെ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, മുമ്പ് സ്വീകരിച്ചിരുന്ന പല നിലപാടുകളും പുതിയ ഡാറ്റയ്ക്ക് അനുസരിച്ച് മാറ്റുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്. അതായത് അനുവദിച്ചിരുന്ന ഒരു സമയത്ത് നിന്ന് ബാനിലേക്ക് പോയ 2 കാരണങ്ങൾ സാർ പറഞ്ഞു. അതേപോലെ കാർസിനോജൻ അല്ല എന്ന് കാണിക്കുന്ന ഒരു സാധനത്തിന് ഇന്ത്യ pediatrics.net ആ വന്ന പഠനം 7.5% അല്ലെങ്കിൽ 7.5 മടങ്ങ് ക്യാൻസറിന് സാധ്യത ഉണ്ടാകുന്ന ബോൺ മാരോയിലെ കുട്ടികളിൽ വരാം. ഈ പഠനം നടന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കർണാടകയിലെ സ്ഥലത്തെ കുട്ടികൾ, അതായത് ഉപയോഗിക്കുന്ന ഈ കീടനാശിനി ഉപയോഗിക്കുന്നവരുടെ മക്കളിലും ഈ ഏജ് ഗ്രൂപ്പിലൊക്കെയാണ്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഇങ്ങനെയുള്ള പഠനങ്ങൾ വരുമ്പോൾ അത് കാണാതിരിക്കുന്നത് പഠനങ്ങൾ ഇല്ല എന്ന് പറയുന്നതിനൊരു വൈരുദ്ധ്യമായിട്ട് ഞാൻ കാണും. ക്യാൻസർ ഇത് ATDSR ഉള്ളതാണ്. ATDSR 2010. അത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റഡീസ് ഓഫ് ഓക്യുപ്പേഷണൽ ആൻഡ് എൻവയോൺമെന്റൽ എക്സ്പോഷർ ഓഫ് ഹ്യൂമൻസ് ഡിഡ് നോട്ട് പ്രൊവൈഡ് കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് എൻഡോസൾഫാൻ ക്യാൻ കോസ് ക്യാൻസർ. എൻഡോസൾഫാൻ ഡിഡ് നോട്ട് കോസ് ക്യാൻസർ ഇൻ ആനിമൽ സ്റ്റഡീസ്. ഇതാണ് 2010 ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 2010 സാർ, ഞാനത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഓൾറെഡി പഠനത്തില് എപ്പോഴും ഒരു പുതിയൊരു റിപ്പോർട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേ പല റിപ്പോർട്ടുകളിലും പഠനങ്ങളിലും ഇല്ല എന്നുള്ളൊരു കാരണം അതിന് തെറ്റാണ് എന്നുള്ളൊരു, ശാസ്ത്രം നിരന്തരം പുതുക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം 2013 സൂചിപ്പിച്ച ഒരു പഠനത്തെ കുറിച്ച് സാർ ഇതുവരെ അത് പരിശോധിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. ആ പഠനത്തിനെ റെഫ്യൂട്ട് ചെയ്യാൻ ഇത് പോരാ
ഇല്ലാതെ വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പിയർ റിവ്യൂഡ് ജേർണലിൽ വന്ന ഒരു പബ്ലിക്കേഷനാണ്. ആയിക്കോട്ടെ, സമ്മതിച്ചു. കാസർഗോഡ് ജില്ലയിൽ ക്യാൻസർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ പഠനം പരിശോധിക്കണം. കാസർഗോഡ് ജില്ലയിൽ കുട്ടികളുടെ ഇടയിൽ ക്യാൻസർ കൂടുതലുണ്ട് എന്ന് കൃത്യമായിട്ടുള്ള ഒരു പഠനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രസക്തമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്കത് എടുക്കാം. അത് നിങ്ങൾ ആദ്യം കാണിക്ക്. അതുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കാം. ഞാൻ ആ പഠനം കണ്ടിട്ടില്ല. കാരണം ഇപ്പം ഞാൻ ലിറ്ററേച്ചർ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പഠനത്തെ കണ്ട് ഞാൻ പരിശോധിക്കാൻ ഞാൻ തീർച്ചയായിട്ടും അത് പഠിക്കുകയും ചെയ്യും. ആശാ എംബ്രാന്തിരിയുടെ പഠനമൊന്നും പറയണ്ട. അയ്യോ, ഇങ്ങനെ ആൾക്കാർക്ക് പഠിക്കാന്നുള്ളതാണ്. ഓ, ഡോക്യുമെന്ററികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ നോവലുകളും കഥകളും എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രത്തിന്റെ കണ്ണിലെ കൂടെ കർക്കശമായിട്ടൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അതാണ് നമുക്ക് ആവശ്യം. സാർ, എന്റെ ഒരു ചോദ്യത്തിന് സാർ മറുപടി പറഞ്ഞില്ല. സാർ പ്ലാന്റേഷൻ കോർപ്പറേഷനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കേരള കാർഷിക സർവകലാശാലയിലെ ഒരു ശാസ്ത്ര വർക്കറാണ്. അപ്പോ എന്റെ നാട് പോത്താങ്കണ്ടം എന്ന് പറയും. ഈ എൻഡോസൾഫാൻ തളിച്ച ഇതിന്റെയൊക്കെ അടുത്തായിട്ടുള്ളതാണ്. എനിക്ക് തൊഴിലാളി സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആ നാട്ടുകാരനാണ്. എന്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവരും സുഹൃത്തുക്കളും ശാസ്ത്രാർത്ഥ പരിഷത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരൊക്കെ തൊഴിലാളികളായിട്ടൊക്കെ ഉണ്ട്. അല്ലാണ്ട് എനിക്ക് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അത്രയേ ഉള്ളൂ. ഓ, അപ്പൊ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോ ഇങ്ങനെ വളരെ ക്ഷമിച്ച് കേട്ടു നിന്നതിനും ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച് വളരെ വളരെ ലൈവാക്കി തീർത്തതിനും എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ KFTF-ന് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, പ്രത്യേകിച്ചും തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു അവസരം തന്നതിന് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.